ഫ്ലവേഴ്സ് അക്ക പൊന്നോണ കാഴ്ച 2025 സെപ്റ്റംബർ 28 ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ സബീൽ ഹാൾ 4 and 5. നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ ഫ്ലവേഴ്സ് ടിവിയുടെ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇവിടുത്തെ എല്ലാമായ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ബെച്ചിക്കോട്ട ചേട്ടാൻ, പ്രസാദ് ഏട്ടാ, സ്വാഗതം. ആദ്യത്തെ സ്കിറ്റ് ഇറക്കട്ടെ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റംമാരുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് ആണ് വരാൻ പോകുന്നത്. വിളിക്കട്ടെ. വിളിക്കൂ. ആരാധ്യ ദേവിലക്ഷ്മി, നല്ലൊരു കൈഡി കൊടുക്കട്ടെ. അടിപൊളി. ഇങ്ങോട്ട് ഇറങ്ങി വാടി, നീ ഇങ്ങോട്ട് ഇറങ്ങി വാ. എന്റെ ട്രൂപ്പിന്ന് നീ കൈകൊട്ടി കളി പഠിച്ചതിന് ശേഷം നീ സ്വന്തമായിട്ടൊരു ട്രൂപ്പ് തുടങ്ങിയത് പോട്ടെ, ഞങ്ങൾക്ക് കിട്ടുന്ന പരിപാടിയൊക്കെ നീ അടിച്ചു മാറ്റുമല്ലേടി. നീ ഇങ്ങോട്ട് ഇറങ്ങി വാടി. നീ ഒരാൾ ഇവിടെ കിടന്ന് ഇത്രയും പെർഫോമൻസ് കാഴ്ചവെച്ച് അവളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വിളിച്ചപ്പോ അവളൊന്ന് വരണോ നോക്ക്. ഞാൻ ഒരു സപ്പോർട്ടർ ഇല്ലാതെ എങ്ങനെ ഒറ്റയ്ക്ക് വഴക്ക് വെക്കും? ഇങ്ങോട്ട് ഇറങ്ങി വാടി. അങ്ങനെ നീ വിളിക്കുമ്പോ ഇറങ്ങി വരാൻ ഇരിക്കുന്നവളല്ലടി ഞാന്. എനിക്കറിയാടി എടി, നീ നിന്റെ ട്രൂപ്പ് മുടിഞ്ഞ് ഫോൺ റീചാർജ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാവും. എടി, നീ എന്നെ എന്ത് വേണമെങ്കിലും പ്രായിക്കോ. മൊബൈൽ റീചാർജ് ചെയ്യാൻ കാശുണ്ടാവരുതെന്ന് പ്രാഗിലേ ഞാൻ ക്ഷമിക്കൂല. അതിന് നിന്റെ ക്ഷമ ആർക്ക് വേണം? എടാ, നീ ഒരു കഥ പരകഥ ഇല്ലാതെ, ഒരു ഗതി രണ്ട് ഗതി അല്ലടി, ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ. അപ്പൊ നിനക്ക് നിന്റെ അവസ്ഥ അറിയാലോ. ആ സമയത്താണ് ഞാൻ നിന്റെ വീട്ടിലോട്ട് വന്നത്. ആ സമയത്ത് നീയാണല്ലേടി എന്റെ വീട്ടിൽ കക്കാൻ കയറിയത്. ആന നിന്റെ വീട്ടിൽ എന്തോ ഇരിക്കുന്നടി. ആ കാലിന് രണ്ട് തട്ടാകിലെടുത്ത് പോയി. അതൊക്കെ പണ്ടടി, ഇപ്പൊ എന്റെ അവസ്ഥ ഒക്കെ മാറി. അത് എങ്ങനെ മാറാതിരിക്കും? ഞങ്ങളുടെ സ്റ്റെപ്പ് അല്ലടി നീ കോപ്പി അടിക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ കിട്ടുന്ന പരിപാടി മൊത്തം നീ അടിച്ചു നമ്മളെ കൈകൊട്ടിക്കളി എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നു. അതെങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? ഞാൻ കളിച്ചാട്ടിട്ടാണ് ഇവരെല്ലാരും കൈയടിച്ചത്. അയ്യോ, എന്റെ കൈകൊട്ടിക്കളി എല്ലാവർക്കും ഇഷ്ടായേ. നിനക്ക് കൈകൊട്ടി കളി കളിക്കാൻ എന്ത് യോഗ്യത ഉണ്ടടി? അയ്യടി, യോഗ്യത കിട്ടിയിട്ട് കളിക്കാനായിട്ടേ ഇത് ഫുട്ബോൾ വേൾഡ് കപ്പ് ഒന്നല്ലല്ലോ, കൈകൊട്ടി കളിയല്ലേ. നാളുണ്ടോടി ഞങ്ങളുടെ സ്റ്റെപ്പ് കട്ടെടുക്കാൻ? അടുക്കി വച്ചേക്കല്ലേ സ്റ്റെപ്പ് കട്ടെടുക്കാനായിട്ട്. ഇതാ, നീ എനിക്ക് കാലോത്സവത്തിന് വാങ്ങിച്ച ഉണക്ക സാരി. എടി, അത് പട്ട് സാരി അല്ലാതെ ഉണക്ക സാരി അല്ല. അത് ഞാനൊക്കെ ഇത് നന്നായിട്ട് ഉണക്കായിരുന്നു. അതാ ഞാൻ പറഞ്ഞ ഉണക്ക സാരി. ഇതാ, നീ എനിക്ക് ഉത്സവത്തിന് വാങ്ങി തന്ന വില കുറഞ്ഞ ചുരിദാർ. 1300 രൂപയുടെ ചുരിദാറാണോടി നിനക്ക് വില കുറവ്? 1300 രൂപയുടെ ചുരിദാറൊക്കെ. പക്ഷെ എന്റെ മനസ്സിൽ നിനക്ക് ഒരു വിലയില്ലടി, അതാ ഞാൻ പറഞ്ഞത്. നീ അങ്ങനെ പറയുമല്ലോടി. ഇതാ, നീ എനിക്ക് അന്ന് വാങ്ങിച്ചു തന്നത്. നീ എറിഞ്ഞല്ലേ? ഇന്നാ നീ എപ്പോ വാങ്ങിച്ചന്നേടി? അതൊന്നും എനിക്ക് ഓർത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഓർത്തു വെക്കാനും മാത്രമേ ഇവക്ക് ഓർമ്മ ഉണ്ടായിട്ട് വേണ്ടേ? പ്രായായില്ലേ. നീ ഞങ്ങളുടെ സ്റ്റെപ്പ് കട്ടെടുത്തത് പോട്ടെ, ക്ഷമിക്കാം. പക്ഷെ നീ എന്റെ പ്രായം കൂടിയെന്ന് പറയുന്നത് എന്റെ പട്ടി ക്ഷമിക്കും. പട്ടി ക്ഷമിക്കും, കാരണം പട്ടിക്ക് ബോധമുണ്ട്. അത്ര പോലും ബോധം ഇല്ലല്ലോടി നിനക്ക്. നിനക്ക് പിന്നെ അങ്ങ് ബോധം നിറഞ്ഞങ്ങ് കിടക്കല്ലേ. കോഴിയറുത്ത് കുരുതി കൊടുത്ത് കോഴിക്കല്ലിൽ കൂടിയ ദുരിതം അമ്മേ കൊടുങ്ങല്ലൂരമ്മേ, അമ്മേ കൊടുങ്ങല്ലൂരമ്മേ. ഓടിയുടുത്ത് കോമരമായി കോപം കൊണ്ട് കളിക്കും പെണ്ണ് അമ്മേ കൊടുങ്ങല്ലൂരമ്മേ, അമ്മേ കൊടുങ്ങല്ലൂരമ്മേ. നമ്മൾ നന്നായിട്ട് കളിച്ചല്ലേടി. ഇനി ഒരു ദിവസം കൊറേ തമിഴ് പാട്ടിട്ട് കയ്യൊട്ടി കളി കളിക്കണം. നിനക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടല്ലേ? എന്ത്? തമിഴ്നാട്ടിലും കൂടെ അടി വാങ്ങിച്ചേട്ടെ. നീ വിചാരിക്കും പോലെയൊന്നുമല്ല, ഞങ്ങളുടെ ട്രൂപ്പ് പൊളിയാണടി, പൊളി. നിങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പൊളിയടി. അതൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പ് അവതരിപ്പിച്ചില്ലേലും പൊളി. അടി കഴിഞ്ഞോ? ഇല്ല. പിന്നെ നിങ്ങൾ ഇത്രയും നേരം എന്തോ ചെയ്യുമായിരുന്നു? ഞാൻ മിനിമം പ്രതീക്ഷിച്ചത് 4 അടി 2 വെട്ട്. ഇതൊന്നും ഇല്ലാതെ എന്തോന്ന് കോംപ്രമൈസ്. അതെ,
എനിക്ക് പഞ്ചായത്തിൽ ഇരിക്കാൻ സമയമില്ല. ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആശുപത്രി പോകണം. അല്ല ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വരാൻ ആരെങ്കിലും പറഞ്ഞാ? എന്റെ അമ്പിളി അതല്ല, നിങ്ങളെ പരാതി കൊണ്ട് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. എന്നാ ആ പരാതി അവിടെ മാറ്റി വെച്ചിട്ട് ഇരിക്കേ. എന്റെ ദൈവം ആരോട് പറയാൻ? മെമ്പർ ഞങ്ങളുടെ കാര്യത്തിൽ പരിഹാരം കാണണം. എന്താണ് അമ്പിളി ഇവിടുത്തെ പ്രശ്നം? പറഞ്ഞു കോട്ടെ. അതായത് ഞാൻ ഇവിടെ ആണല്ലോ. നിങ്ങൾ രണ്ടുപേരും ആണല്ലോ, പെണ്ണല്ലേ? പൊന്നോ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതെ, സംഗതി ഞാൻ മെമ്പർ ആണെങ്കിലും എന്റെ അനുവാദത്തിനൊന്നും കാത്തു നിൽക്കണ്ട പറയാൻ. ഈ നാട്ടുകാർ എന്നെ എന്തൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ എന്നോട് അവർ അനുവാദം ചോദിച്ചിട്ടാണോ? അതുപോലെ നിങ്ങളും പറഞ്ഞോ? അതിനാരും അനുവാദം ചോദിച്ച്? അല്ല, ഈ കൈകൊട്ടിക്കളി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇവളുടെ കൈകൊട്ടിക്കളിയല്ലേ? ഇവക്കടെ കൈകൊട്ടിക്കളി കഴിയുമ്പോ അത് ഗോലുകളിയാവും. അതെങ്ങനെ? അത്രയ്ക്കാണ് നാട്ടുകാർ ഇവളെ കൈകൊട്ടിക്കളി പൊളിയുമ്പോ കമ്പും കോലും ഒക്കെ ഇട്ട് എറിഞ്ഞോട്ടിക്കുന്നത്. അമ്പലത്തിലെ കൈകൊട്ടിക്കളി പോയിട്ട് പരിപാടി മൊത്തം പൊളിഞ്ഞ്. അന്നേരം മുങ്ങാൻ പറഞ്ഞപ്പോഴേ അമ്പലക്കുളത്ത് മുങ്ങിയത് ആരാ? ഇവളെ തന്നെ. അത് പിന്നെ ഞങ്ങൾ ദൈവവിശ്വാസികളാ, ഞങ്ങൾ അമ്പലക്കുളത്തിലേക്ക് മുങ്ങും. അപ്പൊ ശയന പ്രദർശനം ചെയ്തതോ? 101 തവണയാണ് ശയന പ്രദർശനം ഇവളെ കൊണ്ട് ചെയ്യിച്ചത്. അത് പോരായിട്ട് അതിന്റെ ക്ഷീണത്തില് ആശുപത്രിയിൽ 11 ദിവസം കിടന്ന്. അതെ, ഞാനൊരു മെമ്പർ ആയോണ്ട് പറയുക, ആവശ്യമുള്ള കാര്യം പറയും. എന്നാ പിന്നെ മെമ്പർ പോക്കോ. എന്തിന്? മെമ്പറിനെ ഞങ്ങൾക്കൊന്നല്ല, ഈ പഞ്ചായത്തിനേ ആവശ്യമില്ല. മെമ്പറിന്റെ ആധാർ കാർഡ് എവിടെന്നെങ്കിലും കളഞ്ഞിട്ടിയാലും ആരും കൊണ്ടുവരാൻ പോണില്ല. എന്നാ ഞാൻ പോവാ. മെമ്പറേ, ഇനി നിങ്ങളെ കാര്യം പറ. മെമ്പറേ, എനിക്കും എന്റെ ട്രൂപ്പിനും കായംകുളത്തിന് പരിപാടി ഉണ്ടായിരുന്നു. അത് ഇവളുള്ള ട്രൂപ്പും കൂടെ തട്ടിയെടുക്കാൻ ഇവിടെ കയ്യെ വെച്ച് നടക്കുമായിരുന്നോ? ഓൾറെഡി ഞാൻ കൈ വെച്ച് നടക്കുമായിരുന്നു. നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? കുടുംബവാസിന്റെ പാട്ട് കേട്ടടി തങ്കമ്മേ, നടപ്പ് കണ്ട് ഞാൻ കിടുങ്ങിപ്പോയടി തങ്കമ്മേ, പട്ടി പിടിക്കല് കുട്ടികളിലടി തങ്കമ്മേ, ഞാൻ കാര്യം പറയുമ്പോ വട്ടം പിടിക്കല് തങ്കമ്മേ, ഞാൻ വയസ്സനല്ലടി കിളവനല്ലടി തങ്കമ്മേ, ഇത് വളനിയാണ്ടവൻ കഴിഞ്ഞതാണടി തങ്കമ്മേ. കൊള്ളാം, സൂപ്പർ. എന്തോന്ന് നിങ്ങൾ ഈ ചെവിക്കല്ലത്തിട്ട് അടി? അത് പിന്നെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കല്ല, നിനക്കറിയാം കേട്ടാ. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നീ പറയണം. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഞാൻ പറയണം കേട്ടാ. അതിന് നിനക്ക് എന്തോ അറിയാടി. എടി, നീ നിൽക്കുന്ന മെമ്പറിനെ കള്ളിന്ന് വിളിച്ചില്ലേ? ആ കാര്യം എനിക്കറിയാം. അയ്യോ മെമ്പറെ, ഞാനെങ്കിലും പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഈ നാട്ടുകാർ മൊത്തം എന്നെ കുറ്റം പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യം അങ്ങ് വീട്ടിൽ മെമ്പറെ കള്ളവോട്ട് ചെയ്തിട്ടാ ജയിച്ചെന്ന് ഇവള് പറഞ്ഞോട്ടെ. അത് മാത്രമല്ല മെമ്പറെ, മെമ്പറിന് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ മുട്ടക്കോഴി എവിടെ? പാലും പശു എവിടെ? ഈ പശു എവിടെ, കോഴി എവിടെയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അതിന്റെ മുട്ടയും പാലും എന്റെ മക്കളാ തിന്നുന്നത്, അതെനിക്കറിയാം. എന്നാ ഞാൻ പോട്ടെ. മെമ്പറേ, നമ്മുടെ കാര്യം നമ്മുടെ അതെ, വിളിച്ചു വരുത്തി കളിയാക്കരുത്. എന്റെ കാര്യം വിട്. എല്ലാ മനുഷ്യരും ഇപ്പൊ നല്ലവരായിട്ട് ജനിക്കണമെന്നുണ്ടോ? ഇല്ല. എങ്ങനെ? എക്സാമ്പിൾ മെമ്പർ വല്ലപ്പോഴൊക്കെ അപ്പുറത്തെ വാർഡിലൊക്കെ ഒന്ന് പോയി നോക്കണം. അപ്പുറത്തെ വാർഡിലെ മെമ്പർ പഞ്ചായത്ത് കിണറിറക്കി. ഞാൻ ഈ പഞ്ചായത്ത് കുളം തോണ്ടി. അല്ല, ഞാൻ ഈ പഞ്ചായത്തിൽ വലിയൊരു കുളം തോണ്ടി. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പുറത്തെ ആ മെമ്പർ പഞ്ചായത്ത് കിണർ, കുളം, അതും പോരാതെ കൃഷിയും ഇറക്കി. എന്നിട്ടും ആ പാവത്തിന് അവിടെ പരാതിക്കാരന് ഇരിക്കാൻ പറ്റത്തില്ല. ചെവിതല കേട്ട് അവിടെ ഇരിക്കാൻ പറ്റൂല. എന്നിട്ട് ഈ മെമ്പർ ഇവിടത്തേക്ക് എന്തര ചെയ്ത്? ഇത്രയും ചെയ്തവന് അവിടെ ചെവിതല കേട്ടിരിക്കാൻ പാടില്ല. ഒന്നും ചെയ്യാതെ ഇതൊക്കെ കേൾക്കുന്നത് തന്നെയാണോ അതിന്റെ ഒരു സുഖം? മനസ്സിലായല്ലോ. പിന്നെ മെമ്പറെ, ഞാൻ പഞ്ചായത്തിലെ ഒരു കക്കൂസിന് കൊടുത്ത്, അതെന്തായി? എന്റെ സംഗീത, നീ പഞ്ചായത്തിന് കക്കൂസ് കൊടുക്കണ്ട, അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ആ സമയത്ത് പാവങ്ങൾക്ക് എടുത്ത് കൊടുക്ക്. പഞ്ചായത്തിൽ നിന്ന് കക്കൂസ് കിട്ടിയ കാര്യം ഒന്നും പറയാതിരിക്കുന്നതാ നല്ലത്. അല്ല അമ്പിളി, നിനക്ക് ഫിഷ് ടാങ്ക് അല്ലേ കിട്ടിയേ? മിണ്ടിപ്പോരുത്. നിങ്ങളുടെ ഒരു ഫിഷ് ടാങ്ക്. എനിക്ക് കിട്ടിയ കക്കൂസ് ഉണ്ടാക്കാൻ വന്നത് ഈ മെമ്പറിന്റെ കെട്ടിയോ. ഡോറ് വെക്കേണ്ടതിന് പകരം 4 സൈഡും കല്ലിട്ടങ്ങ് തേച്ചു. എന്നിട്ട് അത് വന്ന് കണ്ട മെമ്പർ അതിനൊരു പേരിട്ട് ഫിഷ് ടാങ്ക്. ഫിഷ് ടാങ്കിന്റെ അകത്തിടാ മീൻ എവിടെ ഞാൻ ചോദിച്ചപ്പോ 1 കിലോ നത്തോലി വാങ്ങിച്ചെന്ന മുതലാണ് ഈ നിൽക്കുന്നത്. അല്ല, ഈ നത്തോലി കുഞ്ഞു മീനല്ലേ, അതിന് ചെറിയ മീൻ കിട്ടിയില്ല അമ്പിളി. എന്തായാലും ഞാൻ ഇത് കേസ് കൊടുക്കാനായിട്ട് ഇരിക്കുക. അല്ല മെമ്പറെ, മെമ്പറിന്റെ പോലീസ് കേസ് എന്തായി?
അതൊന്നും പറയണ്ടടി. രാഘവന് ഒരു വീടിന്റെ സ്ഥലമൊക്കെ സെറ്റായി കിട്ടിയപ്പോ അതിന്റെ അടിത്തറ ഞാൻ തന്നെ ഇടണമെന്ന് വലിയ നിർബന്ധം. ഞാൻ ചെന്ന് കല്ല് വീണത് അവന്റെ കാലയില്. പിന്നെ ഞാൻ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞ കേസ്. എന്തായാലും 2 കൊല്ലവും കൂടെ കഴിയുമ്പോ 5 വർഷം ആവുമല്ലോ. 2 വർഷം കൂടി കഴിഞ്ഞാൽ എങ്ങനെ 5 വർഷം ആവുന്നേ? എന്തൊക്കെ പൊട്ടത്തരങ്ങളെ അമ്പിളി പറയുന്നേ. ഞാൻ വിചാരിച്ചത് ഈ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ മണ്ടത്തരം പറയുന്നത് ഞാനാണെന്ന്. പക്ഷെ ഈ അമ്പിളി എന്നെ കടത്തി വെട്ടിച്ചു. എന്റെ പൊന്നു മെമ്പർ, അതാണോ ഞാൻ പറഞ്ഞത്? പിന്നെ 2 വർഷം കൂടെ കഴിഞ്ഞാൽ നിങ്ങളുടെ ഭരണം ഒന്ന് തീർന്നു കിട്ടുമല്ലേ? 5 വർഷം ഭരണം 10 വർഷത്തേക്ക് ആക്കണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. എന്തിന്? ആ 10 വർഷം എനിക്ക് പഞ്ചായത്ത് ഭരിക്കാലോ. പിന്നെ ഞാൻ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്ന ഒരു കുഞ്ഞു പോലും എനിക്ക് വോട്ട് ചെയ്യില്ല. അതിന് കുഞ്ഞുങ്ങൾക്ക് വോട്ടില്ലല്ലോ, മുതിർന്നവർക്കല്ലേ. എന്റെ സംഗീതേ അതല്ല, നിങ്ങൾ ആരും എനിക്ക് വോട്ട് ചെയ്യില്ലല്ലോ എന്ന്. അത് ശരിയാ. അപ്പുറത്തെ സുധാകരന്റെ ചെറുക്കന് പഠിക്കാൻ ലാപ്ടോപ്പ് വേണമെന്ന് പറഞ്ഞപ്പം മെമ്പർ അവനൊരു പശുവല്ലേ വാങ്ങിച്ചു കൊടുത്തത്. പിന്നെ എങ്ങനെ വോട്ട് ചെയ്യും? അത് ഞാൻ അവന്റെ സ്കൂളിൽ ചെന്ന് അവന്റെ പഠനകാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കി. പഠിത്തത്തിൽ ചെറുക്കൻ വളരെ പുറകോട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ലാപ്ടോപ്പിന് പകരം പശുവിനെ മേടിച്ചു കൊടുത്തത്. എന്തിന്? ആ പശുവിനെ പോറ്റെങ്കിലും അവൻ ജീവിച്ചു പോട്ടെ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് എന്നോട് ചോദിക്കാൻ? ഇല്ല. അപ്പൊ നിങ്ങളും പൊക്കോ. ഓക്കേ. ഒന്ന് നിന്നേ. നിങ്ങളുടെ പ്രശ്നം തീർക്കാനല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ. വാ. അതെ, ഞങ്ങളുടെ പ്രശ്നം തീർക്കാൻ വന്നതാണെങ്കിൽ ആദ്യം അത് തീർക്ക്. ഞാൻ ആദ്യമേ വന്ന് നിങ്ങളെ പ്രശ്നം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ക്യാരക്ടർ എങ്ങനെ ഇവിടെ നിൽക്കാൻ പറ്റും? അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ വന്ന് എന്റെ കുറച്ച് കഥകൾ അങ്ങ് കീച്ചത്. ഇനി നിങ്ങളെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞ് ഞാൻ കേൾക്കാം. ഹലോ. അയ്യോ, എല്ലാം പോയേ. തമ്മില് വഴക്കിടുമെങ്കിലും അങ്ങോട്ട് സ്നേഹം ഉണ്ടല്ലേ. അയ്യോ, സ്നേഹം കൊണ്ടല്ല. പിന്നെ അവൾ എന്തിനു കരയണെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് സന്തോഷിക്കായിരുന്നു. ഹലോ. ആ മനസ്സിലായി. മെമ്പറേ. എന്താ മെമ്പറേ, എനിക്കും എന്റെ ട്രൂപ്പിനും ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് ക്യാൻസൽ ആയി മെമ്പറേ. എന്നിട്ട് ഇവിടെ തന്നെയുള്ള ഏതോ ശ്രീദേവിയുടെ ട്രൂപ്പിനാണ് കിട്ടിയിരിക്കണം. ശ്രീദേവിയുടെ ട്രൂപ്പോ? അതേത് ട്രൂപ്പ്? അതെനിക്ക് മെമ്പറേ, ശ്രീദേവിയേ. ഓ, അപ്പൊ നിനക്ക് കാര്യമൊന്നും മനസ്സിലായില്ലേ? നമ്മുടെ മെമ്പറിന്റെ പേരല്ലോടി ശ്രീദേവി. അമ്പടി. അപ്പൊ ഇതൊക്കെ മെമ്പറിന്റെ നമ്പർ ആയിരുന്നല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ കൈകൊട്ടിക്കളി ക്യാൻസൽ ആക്കും. എന്നിട്ട് നമ്മളുടെ ട്രൂപ്പ് ഒന്നിച്ച് മെഗാ കൈകൊട്ടിക്കളി നടത്തും. അപ്പൊ എന്റെ ട്രൂപ്പ് മണ്ണാൻ കട്ട പൊക്കോണം. അല്ല, നിങ്ങൾ ഏതായാലും ഒന്നായ സ്ഥിതിക്ക് ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോണ പരിപാടിയിൽ ഞാനും ഉണ്ടാവും. ഞാൻ അങ്ങ് തരട്ടെ. എന്ത്? ഒന്ന് അങ്ങോട്ട് വച്ച് തരട്ടേന്ന്. അങ്ങോട്ട് കൊടുക്കണേ. അയ്യോ, നിങ്ങളെ ബാക്കിൽ പാപ്പി. മെമ്പറേ, പാടി. നല്ല സ്കിറ്റായിരുന്നു. നല്ലൊരു കൈഡി കൊടുക്കാൻ നല്ല മെമ്പറായിരുന്നു കേട്ടോ. എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു മെമ്പർ. കാര്യം ഇവിടെ അങ്ങനത്തെ കുറച്ച് ആൾക്കാരാണ് നമ്മുടെ എപ്പിസോഡിൽ നിന്ന് കാണാൻ വന്നിരിക്കുന്നത്. കാലിക്കറ്റ് പേരാമ്പ്രയിലെ കൂത്താളി എന്ന് പറഞ്ഞ ആ പഞ്ചായത്തിലെ മെമ്പറും അവിടുത്തെ ഭരണാംഗങ്ങളും എല്ലാവരും, എല്ലാ മെമ്പേഴ്സും ബാക്കിയുള്ള അംഗങ്ങളും എല്ലാവരുമാണ് ഇരിക്കുന്നത്. എല്ലാവരും കൈഡി. അല്ല, നല്ലതായിട്ട് അവര് എൻജോയ് ചെയ്യുന്നുണ്ട്, നല്ലതായിട്ട് പ്രോത്സാഹനം തരുന്നുണ്ട്. മെമ്പറിന്റെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞപ്പോ അവിടുന്ന് എക്സ്ട്രാ കൈഡി വല്ലാണ്ട് വന്നു. അല്ല, അതിലാരാണ് മെമ്പർ? 3-4 പേരുണ്ട് മെമ്പർ. ഒരു വാർഡ് മെമ്പർ 4 മെമ്പർ. ഒറ്റയ്ക്ക് പറ്റാഞ്ഞിട്ട് 4ആയിട്ട് ഇറങ്ങിയേക്കുവാണ്. ഓക്കെ, പിന്നെ കൊടുത്തേട്ടാ മക്കളെ, അടിച്ച് പൊളിച്ചട്ടാ. കിടില സ്കിറ്റായിരുന്നു. കുറെ നാളത്തിൽ നിങ്ങളുടെ ഒരു ആർമാദം ഞങ്ങൾ പൊളിച്ചടുക്കി. 3 പേരും ഗ്രാൻഡ് ആയിരുന്നു. ചില സമയത്ത് നിങ്ങൾ ഒരേ ടെമ്പോല കളിച്ചു പോലാണ്. ദേവി എനിക്ക് തോന്നുന്നത് ഒന്ന് പതുക്കെയൊക്കെ വന്നിട്ട് അത് ആ ഒരു റൂട്ടൊക്കെ നന്നായിരുന്നു. എപ്പോഴും ഒരേ ടെമ്പോലല്ലേ വരുന്നത്. ഇടക്ക് അങ്ങോട്ട് കയറ്റി ഇറക്കി എല്ലാവരും കളിച്ചിരുന്നു. അത് നേരത്തെ ഷാജോൻ ചേട്ടൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്, ഇക്ക പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത്. പിന്നെ നിങ്ങൾ തമ്മിലൊരു ഐക്യം, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ആ ഐക്യം എപ്പോഴും വേണം കേട്ടോ. ദേവിയും ആര്യയും കൂടി വന്ന ആ ഒരു നമ്മുടെ ഒരു ഇതില്ലേ
കോംബോ അത് ഭയങ്കര രസമുണ്ടായിരുന്നു. കാരണം അതൊരു സ്കിറ്റും കോമഡി സ്കിറ്റും ഒരു ഡാൻസ് ഉൾപ്പെടെയുള്ള സാധനമാണ്. നമ്മൾ ഒരു ഡാൻസേ കണ്ടിട്ടുള്ളൂ ഒരു സ്കിറ്റിൽ, ഇതിനകത്ത് 3-4 ഡാൻസ് ഉണ്ടായിരുന്നു. അത് ഭയങ്കര രസമുണ്ടായിരുന്നു. എല്ലായിടത്തും അത് കറക്റ്റ് പ്ലേസ് ചെയ്യേണ്ട സ്ഥലത്ത് തന്നെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അത് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള സ്ട്രഗിളിങ്ങിനിടയിൽ പാട്ടായി പോകുന്നതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മെമ്പർ വന്നിട്ട് ആരാധ്യ അടിപൊളിയായിരുന്നു. നിങ്ങൾ ഒരു രക്ഷയില്ല, കിടിലനായിരുന്നു. ആരാധ്യ എല്ലാ കൗണ്ടറുകളും നന്നായിരുന്നു. കാരണം ഇത്തിരി ലേറ്റ് ആയിട്ട് വരുന്നവർക്ക് കൗണ്ടറുകൾ കുറവാണ്. ആരാധ്യ വന്ന പിന്നെ അന്ന് കത്തി അങ്ങോട്ട് ആളി അങ്ങോട്ട് ഞങ്ങൾ ബാക്കിലിരിക്കുന്ന പന്തങ്ങൾ കണ്ട അതേപോലെ 3 പന്തങ്ങൾ കയറി നിങ്ങൾ. എന്തായാലും ഈ മെമ്പറും അടിപൊളിയായിരുന്നു. 2 കലാസമിതിയിലെ 2 ടീമും നന്നായിരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. ഇവർ പറയട്ടെ. ഈ സാധാരണ മെമ്പർമാർ അല്ലെങ്കിൽ ഇങ്ങനെ ഉടായ്പ ചെയ്യുന്നവർ സ്വയം ഒരിക്കലും പുറത്ത് പറയില്ല. പുള്ളി പുറത്ത് നല്ലവനായിട്ട് അല്ലെങ്കിൽ നല്ലവളായിട്ട് അഭിനയിക്കുകയുള്ളൂ. ഉടായ്പക്കകത്താ ഈ പുള്ളിക്കാരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മെമ്പർ സ്വയം റെഡിയാണ് പറയാൻ. മെമ്പർക്ക് 150% ഉറപ്പുണ്ട് ഇനി അടുത്ത ഇലക്ഷൻ ജയിക്കില്ല. നിങ്ങൾ ഒരാൾ പോലും വോട്ട് ചെയ്യില്ല എന്ന് ഉറപ്പാണ്. അങ്ങനെയുള്ളൊരു മെമ്പറിനെ ആദ്യമായിട്ടാണ് വേദിയിൽ കാണുന്നത്. മാത്രമല്ല നേരത്തെ ഒരാൾ പറഞ്ഞല്ലോ, ഒരാൾ കിണറിറക്കിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുളം തോണ്ടി. അതിനേക്കാൾ അപ്പുറം ഒരു കൗണ്ടർ വേറെ ഇല്ല. അത് മാത്രമല്ല എനിക്ക് ആ ട്രാൻസ്ഫോർമേഷൻ ഭയങ്കര ഇഷ്ടമായി. കാരണം വഴക്ക് പറഞ്ഞ് പോയി അവർ കൈകൊട്ടിക്കളിയായിട്ട് മാറുന്നു. കാരണം ഇവർ കൈകൊട്ടിക്കളിക്കാരാണല്ലോ, അവരുടെ മെയിൻ പ്രൊഫഷൻ അതാണ്. അപ്പം അതിലോട്ട് ഇവരങ്ങ് പോകുന്നു. അവസാനം വരുമ്പോൾ മെമ്പറും ചേർന്ന് പിന്നീട് അറിയുന്നത് മെമ്പറും കൈകൊട്ടിക്കളിക്കാരെയാണെന്ന്. അങ്ങനെ 3 പേരും ആ വഴക്ക് ഇങ്ങനെ മാറി കൈകൊട്ടിക്കളിയിലോട്ട് മാറുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, അത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലല്ലോ നമ്മൾ അങ്ങനെ ഒരു സാധനം ഇതുവരെ ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. മാറി അതിലോട്ട് തന്നെ വരുന്നു. ഡാൻസ് ചെയ്യുന്നവരാണല്ലേ നിങ്ങളെല്ലാവരും? അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് അത്ര ഭംഗിയായിട്ട് ആ സാധനം ചെയ്യാൻ സാധിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. ഇനി നിങ്ങളെ കുറിച്ച് വേറെ അധികം ഒന്നും പറയാനില്ല കേട്ടാ. അല്ല, ഈ വെട്ടിപ്പിടുത്തം എന്ന് പറയുന്നത് ഇതിപ്പോ ഇന്ന് തുടങ്ങിയതല്ല. പണ്ട് മുതലേ ട്രൂപ്പുകൾ വെട്ടിപ്പിടുത്തമുണ്ട്. നമ്മളൊരു പരിപാടിക്ക് ഒരു സ്ഥലത്ത് ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുപോയാൽ അടുത്ത വർഷം ആ ആർട്ടിസ്റ്റായിരിക്കും അവിടെ പരിപാടി നടത്തുന്നത്. അത് വെട്ടിപ്പിടിക്കുക. ഓക്കെ, എന്തായാലും അതാണ് മാറ്റർ. നന്നായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. ഇവിടെ പല സ്കിറ്റുകളിൽ നമ്മളെ ഈ വേദിയിൽ തന്നെ വന്നിട്ടുള്ള പല സ്കിറ്റുകളും ചില പാട്ടുകൾ ചിലയിടത്ത് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് പറയാറുണ്ട്, വെറുതെ ടൈം ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു പാട്ട് കയറ്റി അത് ഇട്ട് വലിപ്പിക്കുക എന്ന് പറയും. ഇത് ഈ നിങ്ങളുടെ ത്രെഡിന് പറ്റിയ സിറ്റുവേഷനുള്ള പാട്ടുകൾ മാത്രമേ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. അതൊരു വലിയ കൈയ്യടി നേടേണ്ട കാര്യമാണ്. അങ്ങനെ ആകാവുള്ളൂ. അങ്ങനെ ആയാൽ നമ്മൾ ആ കഥയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ടാണ്. അതിന് വേണ്ട കൈകൊട്ടിക്കളിയുടെ തീം നടക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു കൈകൊട്ടിക്കളിയാകാം. അത് നിങ്ങൾ നല്ല മനോഹരമായിട്ട് അതേ സ്റ്റെപ്പുകൾ തന്നെ വെച്ച് കാണുമ്പോൾ അതിനൊരു ഇമ്പം കൂടുതലുമാണ്. ഗംഭീരമായിട്ട് നിങ്ങൾ 3 പേരും ചെയ്യുകയും ചെയ്തു. നിങ്ങൾ ചെയ്ത ഓരോരോ പോയിന്റുകൾ എണ്ണി ഇവർ പറയുകയും ചെയ്തു. ഞാനിനി അതിനെക്കുറിച്ച് പറയുന്നില്ല. എന്തായാലും 3 പേര് തകർത്തു. കുറച്ച് മാർക്ക് കിട്ടുമല്ല. ആരാണ് ആദ്യം? ഞാൻ കൊടുക്കാം. ഞാനൊരു 15,000 രൂപ കൊടുക്കാം. 15,000 രൂപ. ഞാൻ മക്കൾക്ക് 1,000 രൂപ കൂടെ കൂട്ടിത്തരും. 16,000 31,000 രൂപയായിട്ടുണ്ട്. സാട്ടാ ഞാൻ അവിടെ തരാം. അയക്ക് ടോട്ടൽ എമൗണ്ട് ഇത് ഐറ്റമേറുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസിന്റെ അടുത്ത സിൽവർ പഞ്ചാണ്. ഓ, സ്റ്റാൻഡിംഗ് എനിക്ക് വയ്യ. സ്റ്റാൻഡിംഗ് ആണ് ഓഡിയൻസ് കംപ്ലീറ്റ്. മെമ്പർമാരാണ് കൈയടിക്കുന്നത് അല്ലേ? അതെ, മെമ്പർമാരൊക്കെ ചേർന്ന് കൈയടിക്കുന്നത്. സന്തോഷമായോ? മെമ്പർ സംസാരിച്ചു തുടങ്ങട്ടെ. മെമ്പറിന്റെ പെർഫോമൻസ് ഒന്ന് അടിപൊളിയായിരുന്നു. മെമ്പർ പറ. ഒരുപാട് സന്തോഷമുണ്ട്. ഇത് പ്രതീക്ഷിച്ചില്ല. എന്നാലും ഞങ്ങള് പ്രാക്ടീസ് ചെയ്തതിനെക്കാട്ടി അടിപൊളി ചെയ്യാൻ പറ്റി. സന്തോഷം. ഓണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചോ? ആഘോഷിച്ചു. കലക്കി. എല്ലാ വീട്ടിലും ഫ്രണ്ട്സിനോടും എല്ലാം ഞങ്ങളുടെ അന്വേഷണം പറഞ്ഞു കേട്ടോ. പറ ചക്കരെ. പറ. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. ഹാപ്പിയായി. അടിപൊളി. ദേവിചന്ദന എന്ത് പറയുന്നു? ഞാൻ പേര് മാറ്റിയതാ. ആദ്യം തന്നെ അർജുനങ്ങളിൽ നന്ദി. ഗ്രൂമേഴ്സ് രാജേഷ് ഏട്ടൻ, ശശാങ്കൻ ഏട്ടൻ, പിന്നെ സനൂപേട്ടൻ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി തന്നതിന് നന്ദി. പിന്നെ ജഡ്ജസിന് ഒരുപാട് നന്ദിയുണ്ട്. മിസ്സായില്ല സാധനങ്ങളൊന്നും. ജഡ്ജസിന് നന്ദിയുണ്ട്. ജീവച്ചേട്ടന് നന്ദിയുണ്ട്. ഓഡിയൻസിന് എല്ലാവർക്കും നന്ദിയുണ്ട്. കൈയടിച്ച് കയറ്റി തന്നെ. ജീവച്ചേട്ടൻ എന്തിനാ നന്ദി കൊടുത്തത്? അല്ല, നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ച് തന്നല്ലോ, കമന്റ് ഒക്കെ പറഞ്ഞു. അപ്പൊ എന്തായാലും അടിപൊളിയായി. സിൽവർ പഞ്ച് കിട്ടി. ഇങ്ങനെ അങ്ങ് പോട്ടെ. അടിപൊളിയായിട്ട് അങ്കിൾമാരോട് പറയണം, നല്ല സ്ക്രിപ്റ്റ് ഇതേപോലെ ജിൽജിലട്ടിക്കുന്ന കോമഡി കൗണ്ടറൊക്കെ എഴുതി തരാൻ പറയണം. അപ്പൊ നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം സിൽവർ പഞ്ച് ശരിക്കും. ഓക്കെ, മെമ്പറെ ബൈ.
ഫ്ലവേഴ്സ് കോമഡി ഇതായിറ്റം വേറെ അടുത്ത സ്കിറ്റ് റെഡിയാണ്. വിളിക്കാം. നമ്മുടെ വിജയർഗീസ് ചേട്ടനുണ്ട്, പ്രജിത്ത് ഉണ്ട്, കൂടെ സൂര്യകലയുണ്ട്. ഒരു നല്ല കൈ കേട്ടോ. സാർ ഓക്കെ സാർ ഓക്കെ ഓക്കെ സാർ. എന്താ സാർ? അല്ല അപ്പൊ സാറിനെപ്പ യെസ് പറഞ്ഞേ? എന്റെ പൊന്ന് പി സി, ഞാൻ ഡ്യൂട്ടിയിൽ കയറിയിട്ട് ഞാൻ ജോയിൻ ചെയ്തിട്ട് ഏകദേശം 22 വർഷത്തോളമായി. ഇന്ന് വരെ ഈ കുന്ത്രാട്ടാന്തി കേൾക്കണ സാധനം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ മേഡം ഇന്നലെ ജോയിൻ ചെയ്യുമെന്നല്ലേ പറഞ്ഞത്? ഒരു ദിവസം ലേറ്റായി, കാരണം എന്താണ്? അല്ല സാറേ, ചെറിയൊരു സംസ്കാരം ഉണ്ടായിരുന്നു. സംസാരം ചെറിയ രീതിയിൽ മതി, പ്രവൃത്തിയാണ് നമുക്ക് എപ്പോഴും വലുത്. അയ്യോ, സംസാരം അല്ല സാർ, പിന്നെ ഒരു വകയിലൊരു അപ്പം വെച്ചിട്ടേ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. അത് കിളിഞ്ഞു പോയി. അൽഫാമാണോ കുഴിമന്തിയാണോ? എന്താ സാറേ? അല്ല, ഈ കുഴിച്ചിട്ടതാണോ ദഹിപ്പിച്ചതാണോ? അത് ഇലക്ട്രിക്കൽ ശ്മശാനത്തിൽ കൊണ്ടുവരാ സാറേ. ഇലക്ട്രിക് കയറ്റി അപ്പം ഗ്രിൽഡ്. ദീർഘസുമംഗലി പവ. സാർ എന്റെ കല്യാണം അല്ല. പിന്നെ എന്തിനാ അലച്ചെന്റെ കാലിലോട്ട് വീണത്? അല്ല സാർ, ഈ സ്റ്റേഷനിൽ എന്റെ ആദ്യത്തെ ഡ്യൂട്ടി അല്ലേ സാർ? അപ്പൊ സാറിന്റെ അനുഗ്രഹത്തിന് വേണ്ടി കാല് പിടിച്ചതാ. ആദ്യം എല്ലാരും വന്ന് കാല് പിടിക്കും, പിന്നെ കാലേവാരി ഒരടിയുണ്ട്. ഞാൻ ഒരാളല്ല സാർ. ഞാൻ മനസ്സിലായി, വിനയം കൊള്ളാം കൊള്ളാം. അയ്യോ, അതെന്താന്നറിയോ സാറേ, ജന്മനാ എന്റെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര വിനയാണ്. ആ പറഞ്ഞതിൽ ചെറിയൊരു ഫാൾട്ട് ഉണ്ട്. ജന്മന നമുക്കല്ലേ, അച്ഛനും അമ്മയ്ക്കല്ലല്ലോ കിട്ടുന്നത്. സാർ അത് വിട്ടുപിടി. അത് വിട്ടു പിടിച്ച്. ആദ്യം ഡ്യൂട്ടി എവിടെയായിരുന്നു? എന്നെ പരീക്ഷിക്കുന്നല്ലേ? ഇല്ല ഇല്ല, പറഞ്ഞു. സാർ എന്റെ അറിവിൽ ഒറ്റ ഊട്ടിയേ ഉള്ളൂ, അത് കോയമ്പത്തൂർ മേട്ടുപ്പാളയം. എനിക്ക് വയ്യ രാത്രി കിടന്നത്. എന്താ സാറേ? ശരിക്കും ഇങ്ങനെ കയറി വന്നതാണ്? അല്ല, PSC ലിസ്റ്റിൽ കയറി വന്നതാണ്. ഞാൻ ആദ്യത്തെ ഡ്യൂട്ടി എവിടെ നിന്നാണ്? അയ്യോ, ഡ്യൂട്ടി ഞാൻ സത്യമായിട്ട് ഊട്ടിന്നാ കേട്ടത് കേട്ടോ. ആ ഒരു ചിന്തയായിരുന്നല്ലേ? പാപ്പനംകോട്. അത് പറഞ്ഞപ്പോഴാട്ടോ കുറച്ച് അറിയോട്ടെ. സാറിന് പപ്പനെ ഭയങ്കര ഇഷ്ടല്ലേ? എനിക്ക് പപ്പ ഭയങ്കര ഇഷ്ടമാണ്. പപ്പ ഇഷ്ടമില്ലാത്ത ആരുണ്ട്? പപ്പ കിട്ടി കഴിഞ്ഞാൽ ഞാൻ പച്ചയ്ക്ക് കടിച്ച് തിന്നും, തോരൻ വെച്ച് കഴിക്കും. കൃമിയടിക്ക് ഭയങ്കര നല്ലതാണ്. പഴുത്ത പപ്പ കിട്ടി കഴിഞ്ഞ ആളിച്ച് വിളിച്ചൊരു തേപ്പുണ്ട്, ഭയങ്കര ഗ്ലാമറാണ്. എന്റെ പൊന്ന് സാറേ, പപ്പായ അല്ല, പപ്പ, സാറിന്റെ അച്ഛൻ. എന്റെ അച്ഛൻ എന്നെ തന്തപ്പടി ഇഷ്ടമാണ്. അല്ല, ഞാൻ എന്താന്നറിയോ, ഞാൻ ഇന്നിപ്പോ നോക്കിയപ്പോഴേ രാവിലെ തൊട്ട് ഈ നേരം വരെ സാർ എത്ര പ്രാവശ്യം പപ്പയ്ക്ക് ഫോണിന് പൈസ അയച്ചു കൊടുത്തത്? എന്റെ പപ്പയ്ക്ക്? എന്റെ പപ്പയ്ക്ക് ഞാൻ ഫോണിൽ പൈസ അയച്ചു? ഞാൻ കണ്ടായിരുന്നു, ഇങ്ങനെ ഇടക്കിടക്ക് പൈസ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. വരാൻ വഴിയില്ലല്ലോ. ഞാൻ കണ്ടായിരുന്നു സാറേ, കണ്ടായിരുന്നു. നല്ല കാര്യമാണ് സാറേ പപ്പയ്ക്ക് പൈസ അയച്ചു കൊടുക്കാൻ. ഓ, ഇതാണ്? അതന്നെ. ഈ പപ്പയാണോ ഉദ്ദേശിച്ചത്? അതെ അതെ, പപ്പയുടെ പേരുണ്ടല്ലോ. ഫോൺ പേ ഏത് പപ്പയെന്ന് തിരിച്ചറിഞ്ഞൂടാത്ത ഇതൊക്കെ എവിടുന്നടാ ഇതൊക്കെ? കൊച്ചാ, ഇത് ഫോൺ പേ എന്നാണ് എഴുതി വെച്ചേക്കണേ, എന്റെ പപ്പ അല്ല ഇത്. പിന്നെ നമുക്കൊരു 10,2500 ഒരു വകുപ്പ് വരണുണ്ട്, ഒരുത്തം കൊണ്ട് വരണുണ്ട്. കടമാണോ സാറേ? കടമാച്ച അല്ല, താണ്ടടേ ഒരു ആക്റ്റീവയിൽ ഒരു ജുവല്ലറി വരണേ. എവിടെ അടി പിടിയാമന ഓട്ടിച്ചിട്ട് പിടി, എറിഞ്ഞള്ളിയിട് ഓടിപ്പോ. എന്തോന്ന്? ആരും ഇല്ല അവിടെ. അവിടെ ആരും ഇല്ലേ? ആരാ കളിയാക്കിയാണോ? ആദ്യം ഇതാ പറഞ്ഞ പോലീസുകാരത്ത് എന്തേലും പറഞ്ഞ അവർ അങ്ങോട്ടും ഓടിപ്പോ. ഇനിയിപ്പോ വണ്ടി എടുത്തോണ്ട് പോവാല്ലോ. മുതുകാടെന്നാണോ പേര്? അല്ല, താക്കോലില്ലാതെ വണ്ടി എങ്ങനെ എടുത്തോണ്ട് പോകും സാർ? ഹലോ, പോലീസിന്റെ അടുത്താണ് നിന്റെ എന്താ കവഞ്ഞ കൊണ്ടല്ല വിട് സാറേ, അത് പൊട്ടിപ്പോവും. അത് ബാക്കിലാണ് ഇരിക്കുന്നത്. അല്ല, ഇത് കെട്ടി വെച്ചേക്കുന്നത്, അതുകൊണ്ടാ പറഞ്ഞത്. അതേത് കുണ്ടലം സാറേ? വിട് സാർ. നിനക്കൊരു കാര്യം അറിയാ, ഇന്ന് വരെ എന്റെ മുഖത്ത് നിന്ന് ഇത്ര അടുത്ത് നിന്ന് ആരും സംസാരിച്ചിട്ടില്ല. അതാ പല്ല് തേച്ചാ പ്രശ്നം മാറും. PC പറഞ്ഞു കേട്ടോ, അവ ഒരു SI എന്റെ അടുത്ത് പറയുന്നു പല്ല് തേച്ചാ മാറുമെന്ന്. മാറിന്ന് പറ സാറേ. എന്താ പേര്? ആക്റ്റീവ 5G. എന്റെ പൊന്ന് സാറേ, 100 രൂപയുടെ പെട്രോൾ അടിച്ചാൽ മതി. എന്തോ മൈലേജ്. ഇതേപോലത്തെ ഒരു സാധനം മേടിക്കും. ഈ വണ്ടിയൊക്കെ എടുത്ത് മാറ്റുന്ന എന്താ, അതേലും ഒരെണ്ണം മേടിക്കും കേട്ട്. ആ വണ്ടി ഇതിനകത്താ? ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി. അല്ല, സത്യം പറഞ്ഞാലേ അത് കാര്യമുണ്ട്. ഇത് കേറൂല സാറേ, എന്റെ ബാക്ക് വീല് പുറകിലേക്ക് പോകും. സത്യം. ഞാനിത് ആരെടുത്ത് പറയാം? നിങ്ങൾ എന്തോന്ന് പറയണത്? നിനക്കൊരു പറ്റിയില്ല, ഇല്ലേ? ഒരു കുറ്റവും നീ ചെയ്തിട്ടില്ല. ഹെൽമെറ്റ്, ലൈസൻസ് ഒന്നും വേണ്ട. നീ വണ്ടി എടുത്തോണ്ട് പോണ വഴിക്ക് ഈ PC കൂടെ കൊണ്ടങ്ങ് പോണം. അടുത്ത ജംഗ്ഷനിൽ ഇറക്കണം. അങ്ങനെയാണിപ്പം
അങ്ങനെയാണ് സാറ് ഓടിക്കും അതെ ഞാൻ ഓടിക്കും. ഞാൻ ഒറ്റയ്ക്ക് ഡ്യൂട്ടി എടുത്തോളാം, അതാണ് നല്ലത്. ഇങ്ങോട്ട് വന്നില്ലേ, നിന്റെ ഒറിജിനൽ പേരാണ് ഞാൻ ചോദിച്ചത്. മധു വെട്ടിക്കുന്നു. കീഴടങ്ങാൻ വന്നയാളല്ലേ? അടാ ഇടേ വണ്ടിക്കകത്തുനിന്ന് എന്താ സാറേ നീ മധുവിനെ വെട്ടിക്കൊന്നിട്ട് വന്നിരിക്കണല്ലോ. അയ്യോ എന്റെ തലപ്പേരാ പറഞ്ഞ മധു വെട്ടിക്കുന്നു. വേറെ പേരൊന്നും കിട്ടിയില്ലേടാ ഇവിടെ? എന്തൊരു പേരടാ ദാരിദ്ര്യം പിടിച്ച പേര്. ആ വണ്ടിയുടെ ബുക്കും പേപ്പറും സാധനങ്ങളൊക്കെ എടുത്തിട്ടേ ഇല്ലാത്ത സാധനത്തിന് പെട്ടിയടിച്ചിട്ട് പോകാൻ നോക്ക്. ഉണ്ട് സാറേ എല്ലാം ഉണ്ട്. ഇവിടെ ഉണ്ടാ, പിടിച്ചോ. ഇതെന്റെ സ്വന്തം വണ്ടി എന്ന് തെളിയിക്കുന്ന രേഖ. ആന്തരി രേഖയുടെ ആ പിടി. ഇത് ഈ വണ്ടി ഓടിക്കാൻ യോഗ്യതാണെന്ന് തെളിയിക്കുന്ന രേഖ. ലൈസൻസ് അങ്ങനെ കൊണ്ടാ. ഈ വണ്ടിയിൽ നിന്ന് അന്തരീക്ഷത്തിൽ പുകമാലിന്യം ഉണ്ടാകത്തില്ല എന്ന് തെളിയിക്കുന്ന രേഖ. പൊല്യൂഷൻ. അത് കൊള്ളാം കൊള്ളാം. അപ്പം ഹെൽമെറ്റ് ഇല്ല അല്ലേ സാറിന്? ആര് പറഞ്ഞു? ഈടാ എന്റെ പൊന്നെ ചക്കരെ, നീ എവിടുന്ന് വരുന്നു? ഞാൻ പാലേന്ന്. കണ്ടാ, പാലേന്ന് കോട്ടയം വരെ വന്നിട്ടും ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത ഇവനെ ഒരു പോലീസും പിടിച്ചില്ല. അതിന് നമ്മൾ എന്നെ വേണം പിടിക്കാൻ. അതല്ല സാറ് പറഞ്ഞേ, ബാല കഴിഞ്ഞു വരുമെന്നാ പറഞ്ഞത്. ബാലക്കാരനാണ്. ശരി, ബാലേ നടനാണല്ലേ? എന്താടാ നിന്റെ ട്രൂപ്പിന്റെ പേരെന്താടാ? കൊല്ലം തത്തോപിത്തോ. നല്ല പേര് കേട്ടോ, കൊല്ലം തത്തോപിത്തോ. ആദ്യമായിട്ടാണ് കേൾക്കണം അങ്ങനെ ഒരു ട്രൂപ്പ്. നിങ്ങൾ കളിക്കുന്ന നാടകത്തിന്റെ പേരെന്തോന്ന്? കൊല്ലം തത്തോപിത്തോ അവതരിപ്പിക്കുന്നു. ദുര്യോധന, നിനക്കൊരു താക്കീത് അഥവാ വാർണിംഗ് ഓഫ് ദുര്യോധന. അതില് ദുര്യോധനാണ് ഞാൻ. ആരെങ്കിലും കാണാൻ പോകും? ഒരു മനുഷ്യൻ ആര് പറഞ്ഞു? ഇന്നലെ പള്ളിപ്പുറത്ത് അമ്പലത്തിൽ പരിപാടി ഉണ്ടായിരുന്നു. സാറ് വന്ന് കാണുമായിരുന്നു. ജനസാഗരമായിരുന്നു. മണ്ണ് നുള്ളിയിട്ട് താഴെ വീഴത്തില്ലായിരുന്നു. അതെന്ത് ടാർപ്പായിട്ടിട്ട് അതൊക്കെ ശരി ശരി. നിങ്ങൾ ഈ നാടകം കഴിഞ്ഞിട്ട് പോകുമ്പോ ഇതൊക്കെ മാറ്റിയിട്ട് സ്വന്തം ഡ്രസ്സിൽ പോകണ്ടേ? സാറ് ഇതെന്താ പറയുക, ഡെയിലി കളിയുള്ളതാ. നാളെ കളിയുണ്ട്, അങ്ങനെ മാറ്റാൻ പറ്റും. 4 മാസമായി ഇത് കയറ്റിയിട്ടിട്ട് ഇതുവരെ ഊരിയിട്ടില്ല. വെറുതെ അല്ല സാർ, ഒരു എലിചത്തമ്മണ്ണ്. അങ്ങനെ ഞങ്ങളെ കളിയാക്കൊന്നും വേണ്ട കേട്ടോ. ഭയങ്കര ആർട്ടിസ്റ്റുകളാണല്ലേ? അത് തന്നെ. അപ്പൊ ആർട്ടിസ്റ്റ് ഒരു കാര്യം ചെയ്യ്, ഒരു 500 രൂപ പെറ്റി അടച്ചിട്ട് വണ്ടി എടുത്തോണ്ട് പോ. ഹെൽമെറ്റ് ഇല്ലല്ലോ. നിനക്ക് എന്തിനാടാ 500? നിനക്ക് എന്തിനാടാ 500? ഇല്ലല്ലേ, ഒരു 500 രൂപ പെറ്റി അടച്ചിട്ട് പോടാ വണ്ടി എടുത്തോണ്ട്. ഞാൻ എന്തിനാണ് നിനക്ക് 500 തരണ്ടേ? ഏടാ 500 പെറ്റി അടച്ചിട്ട് പോടാ. നിയമമാണ്, നിയമത്തിന്റെ വഴി. നിയമം? ഒരു 500 പെറ്റി അടച്ചിട്ട് പോ പ്ലീസ്. എന്ത് നിയമം? കൊച്ചുമിണ്ടായിരിക്കും. 500 പെറ്റി അടച്ചിട്ട് പോടേ. ആണെങ്കിൽ നീ എന്റെ മേടിക്കണ പൈസ. നിന്റെ വേഷം കെട്ടല്ലേ എന്റെ അടുത്ത് വേണ്ട. പൈസ അടച്ചിട്ട് വണ്ടി കഷ്ടം, അവന് മനസ്സിലായില്ലെന്തോ. വേണ്ട, ആ വേഷം കെട്ടലൊക്കെ മാറ്റിയേക്കാം. പൈസ വേണ്ടെന്ന് അവനെ പറഞ്ഞു വിട്. എന്താടാ അടിക്കല്ലേ. 1 ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെ ഞങ്ങൾ ഒന്നിച്ച് ഒരു ബെഞ്ചിൽ ഒരു സ്ഥലത്തിരുന്ന് പഠിച്ചവരാണ്. എന്റെ പൊന്നളിയാ, എടാ നീ വലിയൊരു ബാലക്കാരനല്ലേ? അങ്ങനെയൊന്നും ഇല്ലളിയാ. ഇങ്ങനെ പക്ഷെ വിശ്വസിക്കാൻ പറ്റുന്നത് നീ പോലീസുകാരനാന്ന് പറഞ്ഞിട്ട് എനിക്ക് പോലീസാണ്, ജീപ്പ് തൊപ്പി അതല്ലേ പറഞ്ഞേ. ജോലി കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല. പഠിച്ച് ജോലി കിട്ടി, എന്നാലും നീ വലിയൊരു കലാകാരനായി മാറിയല്ലടാ. കൂട്ടുകാരന്റെ പേര് പറഞ്ഞില്ല സാർ. ഇവന്റെ പേരാ? ഇവന്റെ പേര് മധു എന്നാണ്. ഞങ്ങൾ ചൊറിയ മധു എന്ന് വിളിക്കും. പണ്ട് സ്കൂളിൽ ഇരട്ട പേരിട്ടതാണ്. ഒരു കാര്യം ചെയ്യും, ഒരു സെൽഫി ഇട്. ഒരു സെൽഫി എടുത്താ നോക്കട്ടെ. വിത്ത് മൈ ബ്രോ എന്ന് അടിയിൽ ടൈപ്പ് ചെയ്ത് തരണം. ഒരെണ്ണം കൊണ്ടെടുത്തു, ഒരെണ്ണം കൊണ്ടെടുത്തു. അളിയ നമ്മളെ സ്കൂൾ ഗ്രൂപ്പില്ലേ, സ്കൂൾ ഗ്രൂപ്പിൽ വന്നിട്ടളെ അളിയ SSLC ബാച്ച് അളിയ നമ്മളെ ചൊറിയ മധുവിനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഭയങ്കര നടനാണ്, ബാലയ നടനാണ്. അളിയ അവന്റെ നമ്പർ ഞാൻ വാങ്ങിക്കാം, നമ്മളെ ഗ്രൂപ്പിലോട്ടൊന്ന് ആഡ് ചെയ്യണം കേട്ടാ. നമ്മളെ ആവശ്യമുണ്ടോ പോലീസ് ഗ്രൂപ്പിലൊക്കെ വന്നിട്ടേക്കിന് വന്നിട്ടേ കേട്ടെന്നേ. നമ്മളെ ഒരു ചങ്സ് അല്ലേ. എന്നാലും വേറെ കേസ്, 5ന്റെ പൈസ പെറ്റി ഞാൻ വാങ്ങിക്കില്ല. അങ്ങനെ പറയരുത്. നിയമത്തിന്റെ വഴി ഞാൻ നേരത്തെ പറഞ്ഞു, പക്ഷെ പെറ്റി വാങ്ങിക്കും. എന്നാലും മേടിക്കണം. ഇല്ല വേണ്ടല്ലേ, നമ്മള് സുഹൃത്തുക്കളല്ലേ. നീ വെക്കോ, ധൈര്യമായിട്ട് വെക്കും. അപ്പൊ എവിടെയെങ്കിലും ഒക്കെ വെച്ച് കാണാം. വോയിസ് മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്. മനസ്സിലായ? അവനെന്ന് വെച്ചാ പണ്ട് ഞാനായിരുന്നു. അപ്പൊ സാറോ? ഈ ആവശ്യമില്ലാത്ത ചോദിക്കാതെ ഞാൻ തന്നല്ലോ. കമ്മീഷൻ സാർ. അയ്യോ പിടി കോള് കെട്ടി
കോള് കട്ടായോ നോക്ക്. എനിക്ക് തല ഇറങ്ങണ ഷുഗർ ലോയായി. അവൻ എവിടെ? അവന് സാർ പറഞ്ഞില്ലേ പൊട്ടിച്ചിട്ട് കൂടെ പിടിച്ചാൽ കിട്ടൂ. അവൻ മട്ടിൽ പോയില്ലേ സാറേ? എന്താണ്? അവന്റെ ഫോൺ നമ്പർ പോലും മാറ്റില്ല. എന്താ സാറേ? അവ ആരെന്നറിയാമോ? സാറിന്റെ സുഹൃത്ത് ചൊറിയാൻ മതിയല്ലേ? അവൻ ചില്ലറ ചൊറിച്ചിലൊന്നും അല്ല ചൊറിഞ്ഞിട്ട് പോയത്. എടി അവൻ എന്റെ കൂട്ടുകാരൻ തന്നെ. അവൻ ബാലക്കാരനൊന്നുമല്ല, ഭയങ്കര കള്ളനാണ്. നമ്മളെ ഗ്രൂപ്പിൽ ഇട്ടില്ലേ ഈ ഫോട്ടോ? കമ്മീഷാണ് വിളിച്ചത്. അവൻ കൊണ്ടുവന്ന കിരീടം എന്നറിയാ? മ്യൂസിയത്തിൽ നിന്ന് അടിച്ചു മാറ്റിയ കിരീടമാണ്. എനിക്ക് അവനെ എങ്ങനെയെങ്കിലും ഓട്ടിച്ചിട്ട് പിടിച്ച് അവിടെ കൊണ്ട് ചെല്ലാം സ്റ്റേഷനിൽ. ഞാൻ പറഞ്ഞു. സാറിന്റെ നമ്പർ അറിയോ? അവന്റെ വീടറിയോ? അവൻ എങ്ങോട്ട് പോയെന്നറിയോ? അപ്പൊ സാറിന്റെ ഭാവി. നല്ല നല്ല ഉഷാരു ഗൈഡ് തന്നട്ടെ പ്രസാദേട്ടാ. സ്കിറ്റ് നന്നായിരുന്നു, നല്ല രസമുള്ള നിങ്ങളുടെ നല്ലൊരു പ്ലേ ആയിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നിങ്ങളുടെ സ്റ്റാർട്ടിങ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഇടിവെട്ട് കൗണ്ടറായിരുന്നു. 25 വർഷമായിട്ട് ഞാൻ എല്ലാത്തിനും എസ് എന്ന് പറയും. ഇതുവരെ എന്താണെന്ന് അങ്ങോട്ടും മനസ്സിലാറില്ല, ഇങ്ങോട്ടും മനസ്സിലാറില്ല. ഞങ്ങൾ സാധാരണ പോലീസ് വണ്ടിയുടെ അടുത്തേക്കൂടെ പോകുമ്പോൾ ഇങ്ങനെ കേൾക്കാറുണ്ട്. അപ്പോൾ ഇത് എനിക്ക് എങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ട് എനിക്കിത് മനസ്സിലായിട്ടില്ല. അപ്പോൾ അതൊരു നല്ല കൗണ്ടറായിരുന്നു. എന്നാൽ സ്റ്റാർട്ടിങ് നല്ലതായിരുന്നു. പിന്നെ ഇതിനകത്ത് രണ്ടുപേരും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ പോലീസുകാരനും പോലീസുകാരും കൂടെ ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു പഞ്ചാര മണത്തു ആദ്യം, പിന്നെ അതില്ലാതെ അങ്ങ് ആക്കി നിങ്ങൾ ഒഴിവാക്കി. പഞ്ചാര വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഈ ഹ്യൂമർ കൊണ്ടുവരാനായിട്ട് കുറച്ച് ചാൻസ് ഉണ്ടായിരുന്നു. ആരെങ്കിലും ഒരാൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടെങ്കിൽ ഒരു ചാൻസ് ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ? അതിനിടയ്ക്ക് ഒരു കള്ളം കയറിയ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കട്ടുറുമ്പൊക്കെ ആയിട്ട് വന്ന് തുടങ്ങായിരുന്നു. അപ്പോൾ ഇവനോട് ഇത്തിരി ദേഷ്യം കൂട്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരു പ്ലേ അവിടെ ഉള്ള നല്ലൊരു സ്പേസ് ഉണ്ടായിരുന്നു. ആ സ്പേസ് ഒന്നും നിങ്ങൾ യൂസ് ചെയ്തില്ല. അന്നേരം ബിജുവിൻ നിങ്ങളുടെ സാധാരണ സ്കിറ്റിൻ്റെ അത്രയും പവർ വന്നില്ലെങ്കിലും ആകെ മൊത്തം നിങ്ങളുടെ പ്ലേ ഗംഭീരമായിരുന്നു. മൂന്നുപേരും നല്ല രസമായിട്ട് നിങ്ങൾ പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ക്ലൈമാക്സ് നന്നായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവിടെ ഈ ഫോട്ടോ ഇട്ടപ്പോൾ തന്നെ വിചാരിച്ചു എന്തോ കുലുമാലായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഇതാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. നല്ലൊരു ക്ലൈമാക്സും ആയിരുന്നു, കുഴപ്പമില്ല കേട്ടോ. അവസാനം ഒരു 3 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞ് ഫിനിഷ് ചെയ്തത് നല്ല ഫിനിഷിംഗ് ആയിരുന്നു. കയ്യിലൊരു ഫിനിഷിംഗ് ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് നിങ്ങൾ അവതരിപ്പിച്ചു. അതങ്ങനെ നല്ല രസത്തിൽ ഫിനിഷ് ചെയ്തു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അല്ല, പ്രസാദ് ഏട്ടന് അങ്ങനെയൊക്കെ ഉള്ള ഏരിയകളാണ് ഭയങ്കര ഇഷ്ടം. കട്ടുറുമ്പ് ആ ഒരു ഏരിയ ഭയങ്കര ഇഷ്ടമാണ്. അല്ല അതിന് മറുപടി പറയാനാ പറഞ്ഞത് കേട്ടോ. അല്ല അത് എനിക്ക് കൗണ്ടർ അല്ല, അത് അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ചെയ്യാമായിരുന്നു. ആ ഒരു ഇഷ്ടത്തിലിരിക്കുകയായിരുന്നു പ്രസാദ്. പക്ഷെ നിങ്ങളിന്ന് അത് കിട്ടിയില്ല. പക്ഷെ എന്തായാലും വൃത്തി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടുക്കും ചിട്ടയായിട്ട് ഉള്ളത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ ഡ്യൂറേഷനൊന്നും ഇതിന് തോന്നുന്നില്ല, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഉള്ളത് നിങ്ങൾ 3 പേര് നല്ല വൃത്തിയായിട്ട് ചെയ്തു. പിന്നീട് അതിൻ്റെ അകത്തുള്ളതെന്ന് പറഞ്ഞാൽ തമാശയുടെ ഒരു ശകലം പോരായ്മയുള്ളൂ ഇച്ചിരി. ഈ നേരത്തെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എറിയുന്നവൻ്റെ ഈ കല്ല് കൊടുക്കുകയെന്ന് പറയും. നല്ല ആർട്ടിസ്റ്റുകൾ 3 പേര് കിട്ടുന്ന ത്രെഡിൻ്റെ ഒരു പ്രോബ്ലത്തിലാണ് നമുക്ക് നല്ല നല്ല സാധനങ്ങൾ ആഡ് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ പോലീസ് സ്റ്റേഷനെ ഇങ്ങനെ വഴിയിൽ വരുന്ന പോലീസുകാർ തടഞ്ഞു നിർത്തിയിട്ടുള്ള ചെക്കിങ്, ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടുപോയിട്ടുള്ള ഒരു റൂട്ടാണല്ലോ. കുഴപ്പമില്ല, നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. പക്ഷെ കുറച്ചുകൂടെ കൗണ്ടർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ വൃത്തിയായേനെ, രസമായേനെ, അത്രയേ ഉള്ളൂ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ചേട്ടാ നല്ല അവതരണം വരുന്നിട്ടാ, നല്ല രസമുള്ള അവതരണം വരുന്നു. 3 പേരും നല്ല കട്ടക്ക് നിന്നിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവാത്ത രീതിയിലൊന്നുമില്ലായിരുന്നു. ബിജു നല്ല തകർത്തട്ടാ. ബിജു നല്ല രസമുണ്ടായിരുന്നു. ബിജുവിന്റെ പോലീസ് ഓഫീസർ സിനിമക്കൊക്കെ പറ്റിയ ഒരാളാണ്. മീശ ഇതങ്ങ് കളഞ്ഞ സിനിമക്കൊക്കെ പറ്റിയൊരു ചേരുന്നുണ്ട്. ആ കറക്റ്റാണ്. നന്നായിട്ട് അവതരണം നന്നായിരുന്നു. 3 പേരും നന്നായിട്ട് ഈ പറഞ്ഞ പോലെ തമാശകളുടെ കുറവ് ഉണ്ടായിരുന്നു. ഇതിനകത്ത് തമാശകളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര രസമുള്ള ഭയങ്കര സ്കിറ്റായി മാറിയാനെ. ആദ്യത്തെ ആ വാക്കി ടോക്കിയിലുള്ള ആ സംസാരം അത് നമുക്ക് തോന്നിയിരുന്ന ഒരു കാര്യം, ഇവർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ചിലപ്പോൾ പോലീസുകാരന് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ പല കോഡുകളായിരിക്കും, അത് അറിയാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അല്ല, 25 വർഷമായിട്ട് അറിയാൻ പാടില്ലാത്ത ഒരാൾ ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. കാരണം എന്താണ് ഒരു മഴ, ചീറ്റില്, കാറ്റില് എന്തോ പറയുന്നുണ്ട്. പക്ഷേ ഹ്യൂമറിൽ നമുക്ക് ഇങ്ങനെ അവതരിപ്പിക്കുന്നത് നന്നായി. അത് നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള, അതെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമർ ആയിരുന്നു അത്. അതല്ലാതെ അതേപോലത്തെ ഹ്യൂമർ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എടുത്ത് പറയാനായിട്ട് ഇതിനകത്ത് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ പറഞ്ഞ കുറവുകളാണ് ഇവിടെ വേണ്ടത്. അത് നികത്തിയിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഗംഭീരമാക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ മാർക്സ് കൊടുക്കാം. ആരാണ് ആദ്യം? ഞാനൊരു ഒരു 9,000 രൂപ കൊടുക്കാം. 9,000 രൂപ. പ്രസാദേട്ടാ? ഞാൻ 10,000 രൂപ. 19,000 രൂപ ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് കിടക്കുന്നു. ടോട്ടൽ എമൗണ്ട് 50,000 രൂപ.
നല്ല എമൗണ്ടാണ്. അടുത്ത പ്രാവശ്യം നമുക്ക് ഉഷാറായിട്ട് കുറെ കൂടെ വാങ്ങിക്കണം. അഹമ്മദാബാദിലെ ഓണമൊക്കെ നന്നായിരുന്നു വിശ്വസിക്കുന്നു. അറിയോ? ചാനൽ മുഴുവൻ ഉണ്ടല്ലോ. താങ്ക് യു. ഉഷാറാവട്ടെ. ഓക്കെ, നല്ലൊരു കൈഡി. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ. അടുത്ത ടീം റെഡിയാണ്. രാജിമോനുണ്ട്, അഭിലാഷ് ഉണ്ട്, വിഷ്ണു ഉണ്ട്. ഒരു നല്ല കൈഡി. വേറെ പറഞ്ഞ അടയാളം വെച്ചിട്ട് ഇത് തന്നെയാണെന്നാ തോന്നുന്ന വീട്. എന്തുവാണെങ്കിലും പുള്ളിനെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ ഹലോ. ആ ഗുരുക്കളെ, പറഞ്ഞോ. ഞാൻ ആ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എത്തിയോ? ആരെല്ലാം കണ്ടോ അവിടെ? ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ല. വരും, വിളിച്ചാ മതി. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഈ ബാധയെ പിടിക്കുന്ന ഒഴിപ്പിക്കുന്നതൊക്കെ. കുഴപ്പമില്ലെന്നേ. മൈക്രോ ഫിനാൻസുകാർ വീട്ടിൽ വന്നിരിക്കുന്നതുകൊണ്ട് കാശടക്കാൻ പണിയില്ലാത്തോണ്ട ഈ പരിപാടി ഞാൻ പിടിച്ചത്. അതെനിക്ക് അറിയത്തില്ലയോ. ആകപ്പാട് എനിക്കുള്ളൊരു എക്സ്പീരിയൻസ് കഴിഞ്ഞ കർക്കിടക വാവിന് നിങ്ങളുടെ കൂടെ ബലിയിടാൻ വന്നപ്പോ ചോറ് പിടിച്ചു വെച്ച എക്സ്പീരിയൻസ് മാത്രമേ എനിക്കുള്ളൂ. അത് മതി. അത് ഞാൻ പേര് കണ്ടുവച്ചിട്ടെ. ഇതെങ്ങനെ പൊളിഞ്ഞു പോയാൽ വന്ന് രക്ഷിക്കാൻ പറ്റുമോ? ഒന്നും പൊളിയത്തില്ല, നീ പേടിക്കണ്ട. എനിക്ക് ഹരിദ്വാരിൽ ഹോമം ഉള്ളതുകൊണ്ടല്ലോ ഞാൻ ഇവിടെ പോയത്. അതുകൊണ്ടല്ലോ നിന്നെ അങ്ങോട്ട് വിട്ടത്. അതാണ് ഞാൻ അറിഞ്ഞത് ഹരിപ്പാട് ഏതോ ഹോമി പെട്ട് കിടക്കാനാണല്ലോ. എനിക്ക് അവിടെ ട്രെയിൻ. അങ്ങനെ നടക്കട്ടെ നടക്കട്ടെ, ഞാൻ അറിയുന്നുണ്ട്. എന്തായാലും ഇവിടെ ഒന്ന് വിളിച്ചു നോക്കാം. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരാത്? ആരാ ഇത്? ആളെ വിളിച്ചു വരുത്തിട്ട് ഇവിടെ നിന്ന് ഉറങ്ങുവാന്നോ? ഉറങ്ങിയതൊന്നുമല്ലോ. താൻ എന്റെ അടുത്ത് പറയുമ്പോ തിരിച്ചെന്ത് പറയണമെന്ന് ഓർക്കുകയായിരുന്നു. അത് ശരി. ആരാ മനസ്സിലായില്ല? മനസ്സിലായില്ല. അല്ല, ഇവിടെ നിന്നല്ലേ വിളിച്ചത്? അത് ഇവിടെ നിന്നാന്നോ വിളിച്ചത് അവിടെ നിന്നാന്നോ വിളിച്ചതെന്ന് എനിക്കറിയത്തില്ല. വിളിച്ചത് കേട്ടോണ്ടാ ഞാൻ അകത്ത് മുന്നോട്ട് വന്നത്. ഇന്നലെ ബാധ കേറിയിട്ടുണ്ടെന്നും പറഞ്ഞ് ഇവിടെ നിന്നാണോ എന്നെ വിളിച്ചതെന്നാ ചോദിച്ചത്. അത് ഞാൻ വിളിച്ചായിരുന്നു, പക്ഷെ നിങ്ങളെ അല്ലല്ലോ വിളിച്ചത്, വേറെ ആളെയായിരുന്നു. അതെന്റെ ശിഷ്യനാ. അതാരാ? അവൻ ഹരിദ്വാരം വരെ പോയിരിക്കുക. എവിടെ ദ്വാരത്തില? അയ്യോ, ഹരിദ്വാരില്. അവനെ കൊണ്ട് കൂട്ടിയാ കൂടാത്ത പണിക്ക് എന്നെ വിടാറുള്ളൂ. അങ്ങനാന്നോ? അത് ശരി. പേരെങ്ങനായിരുന്നു? എന്റെ പേര് ചടയൻ ഗുരുക്കൾ. പേരടാ ഇത്. അല്ല, ഞാൻ ഈ പേര് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു വലിയ ലുക്കും വലിയ എന്തൊക്കെ സംഭവം ഉള്ള ഒരാളായിരിക്കും. ഇതൊരുപാട് തെരുവ് സർക്കസുകാരൻ്റെ കൂട്ട്. എടോ, ബാധ ഒഴിപ്പിക്കാൻ മതി എന്ന് പറഞ്ഞ ഫാഷൻ ഷോ നടത്തുമല്ലോ ഇവിടെ. അല്ല, സെലക്ട് ചെയ്ത ആളെ എടുക്കാൻ. എന്റെ ലുക്ക് വെച്ചിട്ട് ഈ ലുക്കൊക്കെ മതി. നിങ്ങൾ നേരത്തെ ഒഴിപ്പിച്ചിട്ടുണ്ടോ? ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആ വളവിലൊരു കാടില്ലേ, അവിടെ ഇന്ന്. എന്തുവാ? മൂത്രം ഒഴിക്കുന്ന കാര്യമല്ലേ? മൂത്രം ഒഴിച്ച കാര്യമല്ലെന്ന്. ഈ ബാധ ഒഴിപ്പിച്ചിട്ടുണ്ടോ ചോദിച്ചു. ബാധ ഒഴിപ്പി. അത് ശരി. എന്റെ അടുത്ത കളി. അതെ, ഒരു വട കിട്ടുമോ? വന്ന് കേറിയതല്ലേ ഉള്ളോ. വടയും ചായ ഒക്കെ പിന്നെ തരാം. അയ്യോ, എനിക്കല്ല, പിന്നെ ഇവക്ക. അതാരാ? വടയക്ഷി. ഏടക്കണക്ക് വട ചോദിക്കും, കൊടുത്തില്ല സീനാകും. തോപ്പും പടി ഒരു വീട്ടിൽ അടുക്കളയിൽ നിന്ന് പിടിച്ചതാ. എന്നെ അല്ല, ഇവളെ. ഞാൻ ഇങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ ഇവളുമാരെ പിടിച്ചോണ്ടാ പോകും. അത് ശരി. ഇതില്ല വാവാസുരേഷ് പാമ്പിനെ ചാക്കിനകത്ത് പിടിച്ചോണ്ട് പോകുന്നവനാന്നല്ലോ. അങ്ങനെ ഞാൻ യക്ഷിയെ പിടിക്കുന്നത്. അത് സാധാരണ ഞാൻ കണ്ടത് ഈ കുടത്തിനകത്ത് അടച്ചിട്ട് ഇങ്ങനെ കൊണ്ട് ഒഴുക്കി വിടുവല്ലോ. എടോ, കുടത്തിനകത്ത് യക്ഷിയെ പിടിച്ച് ഇടാൻ പാടില്ല. ഇവർക്ക് ശ്വാസം മുട്ടും. ഈ ചാക്കിനകത്ത് ആകുമ്പോഴത്തേക്ക് ഇവർക്ക് ശ്വാസവും വിടാൻ സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്യും. അത് ശരി. നിങ്ങൾ വേറെ എവിടേക്കാ ഒഴിപ്പിക്കാൻ പോയിട്ടുള്ളത്? കഴിഞ്ഞ മാസം അമേരിക്കയിൽ ഞാനൊന്ന് ഒഴിപ്പിക്കാൻ വേണ്ടി പോയി. അമേരിക്കയിലൊക്കെ പ്രേതങ്ങളുണ്ട്. എടോ, മനുഷ്യന്മാരെവിടൊക്കെ ഉണ്ടോ അവിടൊക്കെ പ്രേതങ്ങളുണ്ട്. അമേരിക്കയിൽ ഒരു വലിയ കാശുകാരന്റെ വീട്ടിലാണ് ഞാൻ പോയത്. ഒരു സായിപ്പ, പേര് രായപ്പൻ. രായപ്പൻ എന്നൊക്കെ സായിപ്പിന് ആരെങ്കിലും പേരിടും? എന്റെ സായിപ്പിന് രായപ്പന്ന് പേരിട്ട എന്താ കുഴപ്പം? അയാളുടെ ഭാര്യ മദാമയുടെ പേരെന്താ അറിയാമോ? രായമ്മ. അത് ശരി. ഏടോ, രായപ്പന്ന് രായമ്മന്നൊക്കെ പേരിടും. കാശിന്റെ ആയിട്ട് കാര്യമില്ല. ഞാൻ നേരെ ഈ അമേരിക്കയിലെ വീട്ടിൽ ചെന്ന് കഥക് ചവിട്ടി പൊളിച്ച് ഈ പെണ്ണുമ്പുള്ളിയുടെ അടുത്തോട്ട് ചെന്ന് എന്നിട്ട് ഇവരുടെ മേത്ത ബാധ കയറിയിരിക്കും. ഞാൻ ബാധയോടെ ഒറ്റ ഡയലോഗ് ആയിരുന്നു. എന്തുവായിരുന്നു? വെളിക്കിറങ്ങടിയുന്നു. അമേരിക്കയിലൊക്കെ വീട്ടിൽ ചെന്നിട്ട് അങ്ങനെയൊക്കെയാന്ന് പറയണ്ടേ? എന്താ അങ്ങനല്ല പറയേണ്ടത്? എന്ത്? ബാത്റൂം. ഏടോ, അതല്ലെന്ന്. വെളിക്കിറങ്ങാൻ പറഞ്ഞ പ്രയത്നം പറഞ്ഞ വെളിയിലോട്ട് ഇറങ്ങി പോകാനാ. എന്നിട്ട് ഇറങ്ങിയോ? എവിടെ? ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ട് ഈ പുല്ല് ഇറങ്ങിയില്ല. എന്നിട്ട് ഇത് അമേരിക്ക അല്ലേ, മലയാളം അറിയില്ലട ഈ പ്രയത്നം. അതുകൊണ്ടാ അവസാനം ഞാൻ 1.5 മാസം സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ചിട്ടാ ഇതിനെ ഇറക്കിക്കൊണ്ട് വന്നു. അതുവരെ എന്തോ ഇത് പ്രേതം അവിടെ തന്നെ ഇരുന്ന് ഞാൻ എന്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വെച്ച് കൊടുത്ത് പേടിച്ച് അവിടെ ഇരുന്ന് അവസാനം ഈ പ്രേതം എനിക്കൊരു ബാധയായി. അതങ്ങനല്ലയോ, പ്രേതമാണല്ലോ ഈ ബാധ. അതല്ലെന്ന്. ഈ പുല്ലിനെ അവിടെ അമേരിക്കയല്ലേ കാര്യം.
ഇതിനെ ഞാൻ വെളിയിലിറക്കി തളക്കാനായിട്ട് നോക്കിയപ്പോ അമേരിക്ക പാല ഇല്ല. അതെങ്ങനെ പാല അമേരിക്ക വരുന്നത്? പാല കോട്ടയത്തില്ലയോ? എടോ അതല്ലെന്ന്, പാലമരം അമേരിക്കയിൽ ഇല്ലെന്ന്. ഈ പാലമരത്തെ തന്നെ അടിച്ചു കയറ്റണമെന്ന് ഇത്ര നിർബന്ധം? ഇയാളെന്താ ഈ പാലയെ തന്നെ പിടിച്ച് തൂങ്ങുന്നത്? അത് വിട്. അവസാനം അമേരിക്ക പാല ഇല്ലാത്തോണ്ട് ഇതിനെയും കൊണ്ട് ഞാൻ സൗദിയിലേക്ക് പോകുമായിരുന്നു. ഫ്ലൈറ്റ് കയറിയപ്പോ ഈ പ്രേതമാണ് എന്റെ കൂടെ കയറാതെ ഫ്ലൈറ്റിനേക്കാൾ മുമ്പേ പറക്കുന്നത്. അതെന്താ? പറക്കാൻ കഴിവുണ്ടെന്നുള്ള അഹങ്കാരം. ഓ അത് ശരി. അവസാനം ഞാൻ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോ എന്തുവാ ഈ യക്ഷി ഫ്ലക്കാർഡും പിടിച്ച് നിൽക്കുവാ. എങ്ങനെ? ചടയം കുരുക്കൾക്ക് സ്വാഗതം. പോയോ? ഞാൻ നേരെ യക്ഷിയുമായിട്ട് പനമരത്തെ വലിച്ചു കയറി. അയ്യോ, ഇതുപോലെ ആക്രാന്തമുള്ള യക്ഷി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ പൊന്നെ, ഈന്തപ്പഴം കുരുവടക്കം തിന്നുന്നു. അയ്യോ, വിശന്നിട്ടായിരിക്കും. അവസാനം ഞാൻ പനക്കത്തായിപ്പോടോ. ഇതാണ് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്യും. എന്നിട്ട് എന്തോ അറബികളെല്ലാം വന്നിട്ടും പറയാ പനവാടം പനയിൽ ഇരിക്കുന്നെന്നും പറഞ്ഞ് ചെരുപ്പിനെറിഞ്ഞ് ഇടുകാരൻ തന്നെ. അത് മാത്രമോ, ഇവരെന്നെ തറയ്ക്കാൻ നോക്കിയെന്ന് കണ്ടോ, ആണിയടിച്ച് കയറ്റിയതാ. അത് ശരി. അതിനുശേഷം ഈ അമേരിക്കയിലൊന്നും പോയി ഞാൻ ഈ പരിപാടിക്ക് പോയിട്ടില്ല. ഇതൊക്കെ കേൾക്കുന്ന ഇതൊക്കെ എന്തൊരു സംഭവമാണ്. നിങ്ങൾ വലിയൊരു സംഭവമാണ് കേട്ടോ. അതൊക്കെ പോട്ടെ, തന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തുവാ? എന്റെ ബാക്ക്ഗ്രൗണ്ട് അല്ല പ്രശ്നം. നമ്മളിവിടെ വേറൊരു പയ്യനെ ഏൽപ്പിച്ചേക്കോ, അമ്പാടി എന്ന് പറയും. അവനായി ബാക്ക്ഗ്രൗണ്ട്. അതല്ലെന്ന്, ഇത്രയും നേരം താൻ എവിടെ ആയിരുന്നു നീ ചോദിക്കുന്നത്? ഇത്രയും നേരം ഞാൻ അപ്പുറത്തേക്കുമായിരുന്നു, ഇപ്പോൾ ഇല്ലിഞ്ചോട്ട് വന്നേ. ചേടാ, ഇതെന്ത് കഷ്ടമാന്ന് പറ. അതല്ലടോ, പിന്നെ താൻ ഇതിനു മുമ്പ് എവിടെ ആയിരുന്നു? കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ എനിക്ക് ഒഴിപ്പിക്കാൻ പറ്റൂ. അതാണോ ചോദിച്ചേ? ഞാൻ കുറച്ചു കാലം അങ്ങ് ലണ്ടനിലായിരുന്നു. അവരുടെ നോട്ടപ്പള്ളിയായിരുന്നു ഞാൻ. ഓ, അത് ലണ്ടനിലല്ല, ആലപ്പുഴയ്ക്ക് അപ്പുറം. എന്തുവാ? തോട്ടപ്പള്ളി അല്ല, ഞാൻ അവരുടെ ഒരു നോട്ടപ്പള്ളിയായിരുന്നു. ഓ കള്ളൻ. അവരുണ്ടല്ലോ, ഒരു ദിവസം രാവിലെ ഞാൻ നോക്കിയപ്പോ എന്റെ വീടിന്റെ മുറ്റത്ത് തോന്നി എല്ലാരും കൂടെ കൂടി എന്നിട്ട് എന്നോട് പറയുവാ ഈ രാജ്യം വിട്ട് പോകാനായിരിക്കും. അല്ല, ഞാൻ അവരുടെ പ്രധാനമന്ത്രി ആവണമെന്ന്. ഞാൻ പറഞ്ഞു, സുഗുണ എനിക്കിത് താല്പര്യമില്ലെന്ന് പറഞ്ഞു. അവനൊരു വള്ളത്തേലോട്ട് കയറ്റി വെച്ച ഒറ്റ തള്ളായിരുന്നു. ഇവരെന്നെ തള്ളു സഹിക്കാം, ഇതാ സഹിക്കാൻ പറ്റാത്ത. അതൊക്കെ പോട്ടെ, എന്നെ വിളിച്ചു വരുത്തി എന്തിനാ? വിളിച്ചു വരുത്തി എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്റെ മോക്കൊരു അതിന് രക്തചന്ദനം അരച്ച് തേച്ചാ അങ്ങ് മാറിയ. എന്തുവാ? മുഖക്കുരു അല്ലെന്ന്, എന്റെ മോക്കൊരു ബാധ കൂടിയിട്ടുണ്ട്. മൂക്കിനകത്തല്ല, കണ്ണിനകത്ത് കയറി ഇരുന്നാലും ബാധയെ ഞാൻ ഇറക്കും. കണ്ണിനകത്തിലും മൂക്കിനകത്തിലും അല്ലേ, എന്റെ മോടെ ദേഹത്ത് ഒരു ബാധ കൂടിയിട്ടുണ്ടെന്ന്. ഓ, തന്റെ മോടെ ദേഹത്ത് ഈ ബാധ കൂടിയെന്ന് തനിക്ക് എങ്ങനെ മനസ്സിലായി? ബാധ കൂടിയെന്ന് മനസ്സിലായി എന്തോന്നറിയോ? 2 ദിവസം കൊണ്ട് കൊച്ചു 4 പേരുടെ ഭക്ഷണമാണ് കഴിക്കുന്നത്. അപ്പൊ ബാധയല്ല കൂടുന്നത്, പിന്നെ ഭാരമാ കൂടുന്നത്. ഭാരം കൂടുന്നല്ലെന്ന്. പിന്നെ വേറെ സംശയങ്ങളുണ്ട്. എന്ത്? ഞാൻ ഈ കൊച്ചിന്റെ മുറിയുടെ അടുത്തുകൊണ്ട് അങ്ങോട്ട് പോകുന്ന സമയത്തെ മുറിക്കകത്തിൽ അടക്കം പറയുന്നു. ആദ്യം ഈ കൊച്ചിന്റെ കൂട്ടുകാരുടെ ആരെങ്കിലും മരിച്ചപ്പോ അത് വിളിച്ച് പറഞ്ഞായിരിക്കും. എന്തുവാ അടക്കം പറഞ്ഞെന്ന് പറഞ്ഞു? മരിച്ചടക്കത്തല്ലെന്ന്, അടക്കത്തിൽ സംസാരിക്കുന്നു. ഓ, പിന്നെ ഞാൻ നോക്കിയപ്പോഴുണ്ടോ മുറിക്കകത്ത് വെട്ടമില്ല, കൊച്ചിന്റെ മുഖത്ത് മാത്രം വെട്ടം. ഓ, പിന്നെ ഇങ്ങനൊരു ശബ്ദവും കേൾക്കാം. മോള് ചാറ്റ് ചെയ്യാന്ന് പോലും അറിയാത്ത കിഴങ്ങനായി. മിക്കവാറും മൈക്രോ ഫിനാൻസിന്റെ ലോൺ ഞാൻ ഇവിടെ കംപ്ലീറ്റ് ക്ലോസ് ചെയ്യുന്നു. താൻ പാടോ, ഞാൻ കാണിച്ചു തരാം. സാധാരണ മന്ത്രവാദികളെ പോലല്ല ഞാൻ, സംഭവങ്ങൾ കാണിച്ചു തരാം. കൊറേ സാധനം ഉണ്ടല്ലോ. ഇതെന്തുവാന്ന് മനസ്സിലായോ? ഇല്ല. കാന്താരി മുളക് അരച്ചത്. എന്നാ ഒരു കാര്യം ചെയ്യാം, കപ്പ ഇച്ചിരി കപ്പപ്പുഴുക്ക് കൊടുത്തിട്ട് വരാം, കഴിച്ചിട്ടങ്ങ് ഇരിക്കാം. അയ്യോ, കപ്പ വട്ട് കഴിക്കാനുള്ളതല്ല, യക്ഷിയുടെ കണ്ണിൽ തേക്കാനുള്ളതാണോ? എവിടെ ഇരുന്നാലും ചാടി വെളി വരും. ഇതെന്തുവന്നറിയാമോ? ഇല്ല. പേപ്പർ സ്പ്രേ. പേപ്പർ കൊണ്ടൊക്കെ സ്പ്രേ ഉണ്ടാക്കി? പേപ്പർ കൊണ്ടല്ലോ, പേപ്പർ സ്പ്രേ, കുരുമുളക് സ്പ്രേ. ഇത് അടിച്ചു കഴിഞ്ഞാൽ അവൾ എവിടെയാണെങ്കിലും ചാടി വെളി വരും. ഇതൊക്കെ വെച്ചിട്ടൊരു പ്രയോഗം ഉണ്ട് ഞാൻ. അതുകൊണ്ട് മോള് വരുന്നുണ്ട് കേട്ടോ. അതുപോരാ, എനിക്കൊരു അരയെങ്കിലും വേണ്ടി വരും. മോള് തരാന്നല്ലേ പറഞ്ഞത്? മോളല്ലെന്ന്, മോള് വരുന്നുണ്ടെന്ന് അമ്പലത്തിൽ പോയാ പറഞ്ഞേക്കുന്നത്. അച്ഛൻ ഇന്ന് പ്രസാദം അച്ഛന് വേണ്ട, കുളിച്ചില്ല. അതുകൊണ്ടാ. അതാകുമ്പോ എനിക്ക് മനസ്സിലായോ? പ്രസാദിനെ കാണാൻ പോയിട്ട് വന്ന കാര്യം ഞാനേറ്റേ. ആരാച്ചാരൊന്നുമല്ല, നിന്റെ ദേഹത്ത് നിന്നെ ഒഴിപ്പിക്കാനായിട്ട് വന്നതാ. അയ്യോ, അപ്പൊ കോടതിയിൽ നിന്ന് വന്നതാണോ? എന്ത് ജപ്തി ചെയ്യാൻ വന്നതാണോ? തനിക്ക് കാര്യം മനസ്സിലായോ? ഇതേതോ ജഡ്ജിയുടെ പ്രേതമാ. അതാ ഈ കോടതി എന്ന് പറഞ്ഞത്. അല്ലെ, കോടതി പറയേണ്ട കാര്യം. ഈ കളി ഞാനേറ്റോ. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻ. ഉറപ്പിച്ച് വക്കീല് തന്നെ. എടി ജഡ്ജി, ഇപ്പൊ തന്നെ വെളിയിലേക്ക് ഇറങ്ങിയില്ലേ എന്റെ സ്വഭാവം നീ അറിയും. എന്തിന് ഇറങ്ങി പോകുന്നതാ നിനക്ക് നല്ലത്. എന്തിനാ ഞാൻ ഇറങ്ങുന്നത്? ഇറങ്ങുന്ന എന്തിനാന്നോ? എന്നെ വിളിച്ചു വരുത്തി ആരാന്നറിയോ? നിന്റെ അച്ഛനാ. സ്വന്തം മകളുടെ ദേഹത്തൊരു പ്രേതം കയറി ഇരിക്കുന്ന അറിഞ്ഞ് വിലപിച്ചോണ്ട് വിളിച്ച മനുഷ്യനാ ഇത്. അച്ഛൻ വിളിച്ചതിന്റെ കാര്യമുണ്ട്, അത് ഞാൻ അങ്ങോട്ട്. എനിക്കൊന്നും കേക്കണ്ട. അത് ഞാൻ എനിക്ക് കേക്കണ്ടല്ലേ പറഞ്ഞത്? എനിക്ക് മൈക്രോ ഫിനാൻസ് നടക്കാനുണ്ട്. ഇത് ഒഴിപ്പിച്ചിട്ട് വേണം പൈസയും മേടിച്ചെനിക്ക് അവരെ ഒഴിപ്പിച്ചു വിടാൻ. എന്റെ പൊന്ന് കേക്കണ്ടെന്നല്ലേ പറഞ്ഞത്? ഒരു കാര്യം ഞാൻ പറയാം, ഇറങ്ങി പോകുന്നുണ്ടോ? ഇല്ല, ഞാൻ പറയുന്നത് എനിക്ക് കേക്കണ്ട.
ഇതുവരെ നിന്നോട് സംസാരിച്ചത് ഞാനാ. ഇനി നിന്നോട് സംസാരിക്കാൻ പോകുന്ന എന്റെ ഈ വടിയായിരിക്കും. ഈ വടിയൊക്കെ സംസാരിക്കൂ. ഇങ്ങോട്ട് വന്നേ. ജഡ്ജി അല്ല, ഏതോ മിമിക്രി ആർട്ടിസ്റ്റാ. എന്തുവാ? കൗണ്ടർ അടിച്ചു കണ്ടില്ലോ. അയ്യോ നിങ്ങൾ തിരിച്ചടിക്കേ. എനിക്ക് കൗണ്ടർ തിരിച്ചടിക്കാൻ അറിയത്തില്ല. ഈ വടിക്ക് വേണേ അടിക്കാം. എടി ഇറങ്ങി പോകുന്ന നിനക്ക് നല്ലത്. താൻ എന്തോ ഈ പറയുന്നത്? അയ്യോ, അടിക്കരുത്, അടിക്കരുത്. ഒഴിഞ്ഞു പോ. അത് പറയുന്നത് കേൾക്ക്. ഒഴിഞ്ഞു പോ. അടിക്കരുത്, ഒഴിഞ്ഞു പോ. അടിക്കില്ലത്, ഒഴിഞ്ഞു പോ. ഒരു 2 അടി കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഇറങ്ങിപ്പോകും. ആ കാര്യം ഞാൻ ഏറ്റ്. സ്വാമി പറയുന്നത് കേൾക്ക്. നീ അടി കൊണ്ടിട്ട് ഇവിടെ പട്ടി അണക്കിയത് പോലെ നടത്തോണ്ടേക്ക് വന്നു. ആരാണ് ചെന്ന്? ഞാൻ മന്ത്രം ഓർക്കുകയായിരുന്നു. മന്ത്രം കോർക്കുകയല്ലോ, മന്ത്രം ഓർക്കുകയായിരുന്നു. പറ്റല് പ്രജട പ്രജട ഘോര ഘോര. ഇവിടെ നിന്ന് കുറയ്ക്കാതെ അങ്ങോട്ട് അവിടെ ഇതെന്തുവാന്ന് മനസ്സിലായ? എന്തുവാ ഇത്? കാന്താരിമുളക് അരച്ചത്. എന്തിനാ ഇത്? നിന്റെ കണ്ണി തേച്ച്, എന്റെ കണ്ണി തേച്ച്. അയ്യോ അയ്യോ, നോക്കിക്കൊണ്ട് നിൽക്കാതെ കുറച്ച് വെള്ളം എടുത്ത് മുഖത്തൊഴിക്കണോ? എന്റെ കണ്ണ്. അയ്യോ, നോക്കിക്കൊണ്ട് നിൽക്കാതെ പിടിച്ച് കെട്ടണോ? നിനക്ക് ഒഴിപ്പിക്കണം അല്ലടാ, ഒഴിപ്പിക്കണം. അത് ശരി, ബാധ ഒഴിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്ന് മാജിക്ക് കാണിക്കുക. എവിടെ പോയാള്? എവിടെ പോയി? തോണ്ടിരിക്കുന്നു. പിന്നെ വീട്ടിൽ നിന്ന് വിളിച്ചായിരുന്നു. മൈക്രോ ഫിനാൻസുകാരെ പോയെന്നാ പറയുന്നത്. ഞാൻ പോയിട്ട് വരാം. അവിടെ നിൽക്കാം. വാടാ ഇവിടെ, ഇങ്ങോട്ട് വാടാ. മുട്ടയെ വരാൻ. ആളെ മനസ്സിലായോ? ഇല്ല. ചാക്കോ മാഷ്. പടികത്തില് മുട്ടച്ചെല്ലാൻ പറഞ്ഞ മുട്ടച്ചെല്ലാം. അതൊന്നും ഒരു വിഷയമല്ല. മര്യാദക്ക് ഇങ്ങോട്ട് പാടാ. എന്റെ പൊന്ന് ചാക്കോ മാഷ്, ഓളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. കോമ്പസിന് കുത്തിയിട്ട് പോകാൻ ഞാൻ ആടുകോമല്ല, ഞാൻ ഒഴിഞ്ഞു പൊക്കോളാം. ഒഴിഞ്ഞു പോവോ? ഒഴിഞ്ഞു പൊക്കോളാന്ന്. അത് ശരി, ഇപ്പൊ എന്റെ മോടെ ദേഹത്തുനിന്ന് ബാധ ഒഴിപ്പിക്കാൻ വന്നിട്ട് നിന്റെ ദേഹത്തുനിന്നാണോ ഒഴിപ്പിക്കുന്നത്? അതല്ലത്, സംഗതി വെളി വന്നു. എന്ത്? ഞാൻ കണ്ടില്ലല്ലോ. അതല്ലോ, കുറച്ച് ബാധ ഉണ്ടായിരുന്നു, അത് വെളിയിൽ പോയി. ഇനി പേടിക്കേണ്ട ഒരു കാര്യമില്ല. മൈക്രോ ഫിനാൻസ് അടക്കമുള്ള കാശ് തന്നു കഴിഞ്ഞാൽ ഞാൻ പൊക്കോളാം. ഇങ്ങോട്ട് വാടാ. എന്റെ ദൈവമേ, ഞാൻ ഒഴിഞ്ഞ് പൊക്കോളാം. എന്റെ ലക്ഷ്യമച്ചി അറിയാതെ വന്ന് പെട്ടുപോയതാ. മൈക്രോ ഫിനാൻസുകാർ വീട്ടിൽ വന്ന് ഇരിപ്പോട്ട് ആ ബാധകൾ ഒരിക്കലും പോകത്തില്ല. അതാ ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. എടാ, നിന്നോട് ഞാൻ വന്നപ്പോഴേ പറഞ്ഞല്ലടാ എനിക്ക് ബാധയില്ല, ഒരു കുന്തമില്ലെന്ന്. നിനക്ക് മുമ്പ് 28 പേര് ഇവിടെ വന്നായിരുന്നു എനിക്ക് ബാധയുണ്ടെന്ന് പറഞ്ഞു. അതാരാ പറഞ്ഞു പറ്റിയെന്ന് നിനക്കറിയാമോ? ഈ നിൽക്കുന്ന എന്റെ അച്ഛനാ. ഒരു മകളായോണ്ട് പറയാമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഞാൻ അങ്ങ് പറഞ്ഞു പോവാ. ഇങ്ങാർക്ക് മുഴുത്ത വട്ടാടാ. എന്നാ ഞാൻ ലണ്ടൻ വരെ ഒന്ന് പോയിട്ട് വരട്ടെ. ഞാനല്ലേ അവിടുത്തെ പ്രധാനമന്ത്രി. ഇനി ഇപ്പൊ പോയാ ഫ്ലൈറ്റ് കിട്ടത്തില്ല, ട്രെയിനിന് പോകാം. നിങ്ങൾ അങ്ങോട്ടാ? ജംഗ്ഷനിലോട്ടാ. അങ്ങോട്ട് ഇറങ്ങിയാൽ ഞാൻ കയറിക്കോ. നല്ല നല്ല കൈയടി ചേട്ടാ. എനിക്ക് പറയാനുള്ളത്, ഈ നമ്മുടെ വിഷ്ണു വന്നതിന് ശേഷം ഒരു അടി ഉണ്ടല്ലോ, അടി തുടങ്ങിയിട്ട് നല്ല പഞ്ചായിരുന്നു. ആ ഒരു സംഭവം പോലെ ആദ്യം തുടങ്ങിയെങ്കിൽ ഈ സ്കിറ്റ് വൻ വിജയമായേനെ. രാജ്മോഹനും അഭിലാഷും വന്ന സാധനത്തിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷയുണ്ട്. കാരണം ആ മേക്കപ്പും കാര്യങ്ങളൊക്കെ, പിന്നെ നമ്മളെ ഈ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കണ്ട് പഴയച്ചതാണ്. പക്ഷേ എന്നാലും നിങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതിനകത്തൊരു വലിയൊരു കോമഡികൾ ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. കാരണം ഇവിടുത്തെ ഫ്ലോറിൽ 2ാമതും 3ാമതൊക്കെ കളിച്ചിട്ട് തന്നെ വൻ വിജയമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടന്റിൽ നമുക്ക് കണ്ടിട്ടുള്ളതാണെങ്കിലും നിങ്ങൾ വന്നപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞിട്ട് തന്നെ കണ്ടന്റ് പഴയതാണെങ്കിലും ഇതിനകത്തുള്ള കുറച്ച് കൗണ്ടറുകൾ ഉണ്ടായിരുന്നുള്ളെങ്കിലും ആ കൗണ്ടറുകളൊക്കെ പുതുമയുള്ളതായിരുന്നു. നേരത്തെ പറഞ്ഞു വിട്ടാൽ പ്രജട എന്നൊക്കെ മാത്രമുള്ളതാണ് എനിക്ക് ഒരു ആവർത്തന വിരുദ്ധത പോലെ തോന്നിയത്. അപ്പോൾ ആദ്യം തുടങ്ങി അവസാനം വരെ ചിരിക്കാനുള്ള ഒരു കാര്യം, ഈ പവറും ഈ അവസാനം കാണിച്ച പവറും ആദ്യം മുതലുണ്ടായിരുന്നെങ്കിൽ വൻ ഹിറ്റായേനെ. അപ്പോൾ ക്ലൈമാക്സ് ഒക്കെ നന്നായിരുന്നു. ഈ പറഞ്ഞ പോലെ നോക്കേണ്ട കാര്യം
തമാശ കുറവുണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്നുള്ളത് റിഹേഴ്സലിൽ നോക്കണമായിരുന്നു. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുള്ളൂ. കാരണം ഇത്രയും വലിയ ക്യാഷൊക്കെ ഇവിടുന്ന് വാങ്ങിച്ച ആൾക്കാർക്ക് അറിയാൻ പറ്റുള്ളൂ ഇതിനകത്ത് കൗണ്ടർ ഉണ്ടോ ഇല്ല എന്നുള്ളത്. അത് നേരത്തെ ഒന്ന് ചെക്ക് ചെയ്യാനായിരുന്നു. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത്തിരി തമാശയുടെ കുറവുണ്ട്. കാരണം നിങ്ങൾ അത്രയും പൊക്കി വെച്ചാക്കണേണ്. അപ്പോൾ ആ ജനങ്ങളെ നിങ്ങളിലുള്ള സ്നേഹം നഷ്ടപ്പെടാണ്ട് സൂക്ഷിക്കണം അടുത്ത പ്രാവശ്യം വരും കേട്ടോ. തീർച്ചയായിട്ടും. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു നസീർ ക. രാജ്മോഹൻ, അഭിലാഷ്, വിഷ്ണു, നിങ്ങളുടെ ഗെറ്റപ്പ് എല്ലാം നല്ല രസമുണ്ട്. ആദ്യത്തെ വരവ് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഒരു മന്ത്രവാദിയാണെന്നുള്ള ഫീല് കിട്ടിയില്ലായിരുന്നു. വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി വരുന്ന ഒരാൾ, കാര്യം അങ്ങനത്തെ ഒരു ലുക്കാണ്. മൊത്തത്തിൽ ഫിഗറിനും ഒക്കെ ഒരു രസമുണ്ട്. പക്ഷെ നമ്മൾ ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ ഒരു ഹൈപ്പ് ഉണ്ട് ഇവിടെ നമ്മുടെ വേദിയിലുണ്ട്. വേണ്ടത് നമ്മൾ നല്ല കണ്ടൻറ്റ് തപ്പിയെടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒരുപാട് നമ്മൾ കണ്ട് പഴകിപ്പോയതാണ്. മന്ത്രവാദം ഉപേക്ഷിക്കാൻ വരുന്നു, അതല്ലെങ്കിൽ വേറൊരാൾ പ്രേതം വേറൊരാളുടെ ദേഹത്ത് കൂടുന്നു, ഇങ്ങനെ മാറിയും തിരിഞ്ഞും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ആ ഒക്കെ ഒരു റൂട്ട് മാറി നമ്മൾ പുതിയ കണ്ടൻറ്റുകൾ തപ്പിയെടുക്കണം. പുതിയ കൗണ്ടറുകൾ നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതേ അധ്വാനം തന്നെ നമ്മൾ പുതിയതിലേക്കും കൊടുക്കണം. നമ്മൾ അതെന്താണ് എടുത്തത്, ഇനി അതിൻ്റെ അതിലപ്പുറം വരുന്നത് ചിന്തിച്ചെടുത്തെങ്കിലേ ഉള്ളൂ നമുക്ക് മുമ്പോട്ടുള്ള യാത്രയിൽ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. കാര്യം എല്ലാവരും അങ്ങനെയാണ്, എപ്പോഴും പുതുമയാണ് ആൾക്കാർ ഇഷ്ടപ്പെടുകയുള്ളൂ. നമ്മൾ ഓഡിയൻസിനെയാണ് എയിം ചെയ്യുന്നത്. ഞങ്ങൾ ഈ 3 പേര് ഇവിടെ ഇരുന്ന് പറഞ്ഞു പോയെങ്കിലും ഇത് കാണുന്നതും പ്രേക്ഷകരാണ്. അവരാണ് നിങ്ങൾക്ക് മാർക്ക് തരുന്നതും വിലയിരുത്തുന്നതും. അതിനുവേണ്ടി നമ്മൾ അധ്വാനിച്ചാൽ അതിൻ്റെ ഫലം നമുക്കുണ്ടായിരിക്കും. ഇതിൻ്റെ അകത്ത് ഇപ്പം തമാശകൾ എനിക്ക് പറയാനായിട്ട് ഒന്നും തന്നെ കിട്ടിയില്ല. ഒരു തമാശ എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. എൻ്റെ കാര്യം ഞാൻ പറയുന്നത്, എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ അത് പോരാ. രാജ്മോനെ അറിയാമല്ലോ. അപ്പോൾ ആ ഒരു റൂട്ടിൽ ഇനി ചിന്തിച്ചിട്ട് നല്ല നല്ല സാധനങ്ങളുമായിട്ട് വരിക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 കാര്യങ്ങൾ ആദ്യം ഞാൻ പറയാം. ഒന്ന്, നിങ്ങൾ എൻട്രി ചെയ്തു ഫസ്റ്റ് മിനിറ്റിൽ തന്നെ നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നും ഒറിജിനൽ വേറെ ആണെന്നും നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. നിങ്ങൾ വന്നതിൻ്റെ കാര്യവും കൃത്യമായിട്ട് പറഞ്ഞു. മൈക്രോ ഫിനാൻസിൽ കാശടക്കാനാണെന്ന് പറഞ്ഞു. ആ ഫസ്റ്റ് തന്നെ നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ളതാണ് ഇതിനകത്തൊരു പ്ലസ് പോയിൻറ്റ്. രണ്ടാമത്തെ പ്ലസ് പോയിൻറ്റ്, സ്ഥിരം ഇങ്ങനെയുള്ള പരിപാടികളിൽ അവസാനം വരുന്നത് പ്രേതം തിരിച്ചിങ്ങോട്ട് ബാധ വന്നു എന്നാണ്. അത് വന്നില്ല. അതിന് പകരം നിങ്ങൾ വേറെ ക്ലൈമാക്സ് കൊണ്ടുവന്നു. അച്ഛനാണ് ശരിക്കും ഭ്രാന്തെന്നുള്ള രീതിയിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇതിനകത്ത് കണ്ട ഏറ്റവും നല്ല എനിക്കിഷ്ടപ്പെട്ട 2 കണ്ടൻറ്റ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് 2 പേരും പറഞ്ഞു കഴിഞ്ഞു. ഇനി അത് ഞാൻ റിപ്പീറ്റ് അടിക്കുന്നില്ല. അപ്പോൾ ഈ സബ്ജക്റ്റ് പഴയതാണ്, കണ്ടൻറ്റ് പുതിയതല്ല. എങ്കിൽ പോലും അതിനകത്ത് കണ്ട പുതിയ സംഭവങ്ങളും എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളുമാണ് പറഞ്ഞത്. ഓൾ ദി ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം തകർക്കുക. അപ്പോൾ ഒഴിപ്പിക്കലിന് മാർക്സ് കൊടുക്കാം. പിന്നെ ആരാണ് ആദ്യം? പ്രസാദ്. ആ ഒഴിപ്പിക്കുന്നതിന് മാർക്ക് കൊടുക്കാൻ അഗ്രഗണ്യം. എത്രയാണ് പ്രസാദ്? മൈക്രോ ഫൈനാൻസിൽ പൈസ അടക്കാൻ പറ്റുമോ എന്ന് അറിയില്ല. എനിക്ക് 8,000 രൂപയിൽ തുടങ്ങാം. 8,000 രൂപ. ഞാനും അതെ 8,000 രൂപ കൊടുക്കും. 16,000 രൂപ. ചേട്ടാ ബാക്കി ഞാൻ പോരാത്തത് ഞാൻ അയച്ചേക്കാം. ദേ പിടിച്ചോ. 30,000 രൂപ നമ്മൾ വാങ്ങിക്കുന്ന ഒരു എമൗണ്ട് ആയിട്ടേ ഇല്ല. എൻ്റെ അല്ലേ അറിയാലോ നിങ്ങൾക്ക്. അടുത്ത പ്രാവശ്യം പരിഹരിച്ച് ഉഷാറായിട്ട് വന്നാൽ മതി. ഓക്കെ ഓക്കെ, ഉഷാറായിട്ട് വരണം. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ ഇന്നത്തെ സമയം കഴിഞ്ഞു ഗായ്സ്. നമുക്ക് വീട്ടിൽ പോണം. നല്ലൊരു എപ്പിസോഡായിരുന്നു. ഒരുപാട് ചിരിച്ചു. നമ്മൾ ചിരിക്കുക മാത്രമല്ല, നമുക്ക് ഒരു ചെറിയ തമാശ കേൾക്കുമ്പോൾ നമ്മളെ അത്രയും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഓഡിയൻസ് കൂടെ ഉണ്ടായിരുന്നു. ഒരു സ്പെഷ്യൽ കൈഡി നമുക്ക് തൽക്കാലം ഇന്നത്തേക്ക് പോവാം. അടുത്ത എപ്പിസോഡിൽ മടങ്ങി വരാം. ഓക്കെ ഓക്കെ. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.